നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാനും കാണാനും സാധിച്ചു. ആ സന്തോഷം എല്ലാവരോടും പങ്കുവെക്കുകയാണ്. കമ്പനിയുടെ സോണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുന്നു. എന്നെ മഹത്തായ സംരംഭം തിരികെ എത്തിച്ച ദൈവത്തിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തതിന് ശേഷം ഇതിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഓരോ ലീഡേഴ്സിനും എൻ്റെ ബ്രദർ മുർഷിദ്, അതുപോലെ തന്നെ ലത്തീഫ് സാർ, അഫ്സർ സാറ്, ജുനൈദ് സാറ്, മൈമൻ്റെ ഇസ്മായിൽ സാറ്, അതുപോലെ തന്നെ ഷുഹൈബ് സാറ്, അൽതാഫ് സാറ്, ഇങ്ങനെ നിഷാദ് സാർ, ഓരോ ലീഡേഴ്സിന്റെയും ഓരോ സമയത്തുള്ള ടോക്കുകൾ നമ്മുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. കാരണം വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായ കഴിവുകൾ ഉണ്ടാവും. ആ കഴിവുകളൊക്കെ ഒത്തുകൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത്. ലോകത്ത് പ്രകൃതിയുടെ ഈ സുന്ദരമായ സഞ്ചാരം നമ്മൾ നോക്കുമ്പോൾ അത് വ്യത്യസ്ത വിഷയങ്ങളിലൂടെ ഒരു കൂട്ടായ്മയാണ്. ഇങ്ങനെ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ആളുകളിൽ നിന്നുള്ള കഴിവുകളെ നമ്മൾ സ്വാംശീകരിക്കുമ്പോഴാണ് നമുക്കും വിജയം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അൽഹംദുലില്ലാ, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയാണ് ഇതുപോലുള്ള ഒരു സംരംഭത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെയോ നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയോ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു ധർമ്മത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ. അപ്പൊ നമ്മൾ വിശ്വാസപ്രകാരം പറയാറുണ്ട്, ദാനധർമ്മങ്ങള് പ്രയാസങ്ങളെ തട്ടി മാറ്റുമെന്നാണ്. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും സമയത്ത് നടത്തിയ ഒരു ദാനധർമ്മത്തിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കാം നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മളിലൂടെ വരുന്ന വലിയൊരു സമൂഹത്തിന്റെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ ഒരു സംരംഭം നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അപ്പൊ ഇതിന് നമുക്ക് ഇതുപോലെയുള്ള ട്രെയിനിങ് സെഷനുകൾ, മോർണിംഗ് മീറ്റുകൾ ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ഇതുപോലെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അത് നമുക്ക് മനോജ് സാറേയും അതുപോലെ ലതാ മാഡത്തിനെയും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. നമ്മുടെ ഓരോ ലീഡേഴ്സിന്റെയും വ്യത്യസ്തമായ സമയങ്ങളിലെ ആ സ്പീച്ചുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ മോർണിംഗ് മീറ്റിംഗ് നമുക്കറിയാം, വ്യത്യസ്ത തിരക്കുകളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം നമ്മൾ മാറ്റിവെച്ച് ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ നമുക്കറിയാം ഇതില്ലെങ്കിൽ വേറെ എത്രയോ വർക്ക് നമുക്കുണ്ട്. പക്ഷെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മഹത്തായിരിക്കുന്ന ഈ ഒരു സംരംഭത്തിലൂടെ എനിക്ക് വിജയിക്കണമെന്ന് മാത്രമല്ല, എന്നെ വിശ്വസിച്ചു പോന്ന എന്റെ കൂടെയുള്ള ആളുകളെയും എന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെയും വിജയിപ്പിക്കണമെന്ന, അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കേണ്ട അറിവുകൾ എന്റെ ലീഡേഴ്സ് എനിക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കുക, അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മഹത്തായ ഉദ്ദേശം കൂടി നമുക്കുണ്ട്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നെഗറ്റീവ് പാർട്ടിൽ നിന്ന് പോസിറ്റീവ് പാർട്ടിലേക്ക് നമ്മൾ മാറുക. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ സെഷനുകളെ നമുക്ക് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമ്മുടെ SBGയിലെ മൈ ലൈഫിലെ തന്നെ ഒരു മിന്നും താരം നമുക്കറിയാം. വ്യത്യസ്ത മേഖലകളെ അനായാസം കൈകാര്യം ചെയ്ത് ഓൾ ഇന്ത്യ ട്രെയിനിങ് മേഖലയിലും അതുപോലെ തന്നെ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്തും വ്യത്യസ്ത മേഖലയിലെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരൊക്കെ അവരുടെ വിജയത്തിന്റെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു പവർഫുൾ ലീഡറാണ്. ഒരിക്കലും ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ മഹത്തായ സംരംഭം ഏറ്റെടുത്തില്ലെങ്കിലും വലിയൊരു വരുമാനത്തേക്ക് പോകാൻ പറ്റുന്ന അവസരം മുന്നിലുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമുദ്ധാരണത്തിന് വേണ്ടി ഈ മഹത്തായ സംവിധാനത്തിലൂടെ ആളുകളിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കണമെന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പവർഫുൾ ലീഡറാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അറിയാത്ത ആളുകൾ ഇതിലുണ്ടാവും എന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് തന്റെ ടീമിനെ കൊണ്ടുപോവുകയും തന്റെ റാങ്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന മഹത്തായിരിക്കുന്ന റാങ്ക് കൈകാര്യം ചെയ്ത് വലിയൊരു ടീമിലേക്ക് ഈ സംവിധാനത്തെ എത്തിച്ചുകൊണ്ടിരുന്ന പവർഫുൾ ലീഡറാണ്. നമ്മൾ തീയാലയിൽ നിന്ന് നമുക്കിന്ന് കടന്നു വരാനുള്ളത്. നമ്മുടെ മനസ്സും
ഖാദും എല്ലാം അതിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നോട്ടെടുത്തുകൊണ്ട് അതിൽ എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മറ്റെല്ലാ തിരക്കും മാറ്റി വെച്ച് ഫുൾ ഫോക്കസ് അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പവർഫുൾ ലീഡറെ നമുക്ക് SBGയിൽ തന്നെ മലബാർ മില്ലേഴ്സ് തന്നെ ഒരു പവർഫുൾ ലീഡറാണ്, നമുക്കറിയാം. സാർ നമുക്ക് വിളിക്കാം. ഐ ഇൻവൈറ്റ് ഇസ്മായിൽ സാർ, പ്ലീസ്. Happy morning all of you. Ibrahim sir, visible ആണ്, എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ? Okay. Thank you. Just let me share the slide first of all. Clear ആണല്ലോ sir? Okay. Yes sir. Happy lovely morning to all of you. What a wonderful kind of speech Mr. Ibrahim sir have done. I really appreciate Ibrahim sir for this wonderful nice introduction. And thank you all of you. Very happy and lovely morning. Assalamu alaikum. Nalla namaskaram. Subh Mubarak. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ പ്രഭാതത്തിൽ ഉണ്ടാവട്ടെ. ഈ സ്പീച്ച് എന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിലും ആ കേൾക്കുന്ന നാൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ചരിത്ര മുഹൂർത്തം കുറിക്കുന്ന ദിനമായി അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു. ഇബ്രാഹിം സാർ വളരെ വണ്ടർഫുൾ ആയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയാനുള്ള സബ്ജക്ട് അവിടെയും ഇവിടെയൊക്കെ തൊട്ട് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ല ഞാൻ ഏത് സബ്ജക്റ്റ് എന്ന് സംസാരിക്കാന്നുള്ളത്. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ വരികളിലൊക്കെ ഇന്നത്തെ സബ്ജക്ട് അറിയാതെ ഒന്ന് ടച്ച് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് എ ഗ്രേറ്റ് പേഴ്സൺ ആൻഡ് ആൻ ഒബ്സർവർ. ഒരു ലീഡർ ഹാസ് ടു ബി ഒബ്സർവർ എന്ന് പറയാറുണ്ട്. സുദീർഘ നയനങ്ങളോട് കൂടി കാണാനും അതിനെ മനസ്സിലാക്കാനും സംസാരിക്കാനും പറ്റുമ്പോൾ ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഇന്ന് മനുഷ്യരാശിക്ക് ഏറ്റവും ആവശ്യമുള്ള ചില വരികൾ അദ്ദേഹം തുടങ്ങി വെച്ചു. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് ദ സക്സസ്. വിജയത്തിനെ കുറിച്ച് നേട്ടത്തെ കുറിച്ച് പറഞ്ഞു. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇബ്രാഹിം സാർ ഇന്ന് വളരെ ടച്ചിങ് SPC ആയിട്ട് എന്റെ ടീമിൽ വളരെ പവർഫുൾ വിഷനോട് കൂടി മിഷനോട് കൂടി മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വർക്കഹോളിക് പേഴ്സണാലിറ്റി ആയിട്ട് വലിയൊരു ടീമിനെ ഓൾ ഓവർ കേരള എന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ പാറി പറന്ന് ബിസിനസ് ചെയ്യുന്ന മനുഷ്യനാണ്. ഒരു ദിനത്തിൽ തന്നെ 2 ജില്ല കവർ ചെയ്യുന്ന തലത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ രീതി എന്ന് പറഞ്ഞത്. So I really appreciate and really thankful to God for this wonderful kind of the leaders in my team. And I really thank you all the leaders. എന്നെ സ്പോൺസർ ചെയ്ത ഗ്രേറ്റ് മാൻ മിസ്റ്റർ എന്റെ സ്പോൺസറും മെന്ററും ആകുന്ന ഷുഹൈബ് സാറെ നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ എന്റെ സക്സസ് പാർട്ട്നേഴ്സ് ആകുന്ന എല്ലാ ടീം ലീഡേഴ്സിനെയും മെമ്പേഴ്സിനെയും സമയം ദൈർഘ്യം കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. റിയലി താങ്ക് യു ഓൾ ഓഫ് യു. എല്ലാവരെയും ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കാര്യം നമ്മുടെ ജീവിതത്തിന് വിജയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറയാതെ ഓർക്കലാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞിട്ട് ഓർക്കുന്നതും അവരെ മുമ്പിൽ നിന്ന് ഓർക്കുന്നതും അതിലെ അഭിനയമാവാം, അതല്ലെങ്കിൽ സാന്ദർഭികമായിരിക്കാം. പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് അവരാരും പറയാതെ നമ്മളുടെ വളർച്ചയിൽ ഇന്നലകളിലുള്ള ആളുകളെ അവരാരും പറയാതെ ഓർക്കാനും അവരാരും നിർദ്ദേശിക്കാതെ പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റിയാൽ നമുക്കുള്ളിൽ ദൈവമുണ്ട് എന്നത് സത്യമാണ്. സോ ആ ഒരു അർത്ഥമാണ് ഞാൻ പഠിച്ചതും പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഐ റിയലി താങ്ക് യു ഓൾ മൈ ട്രെയിനേഴ്സ് അക്കാഡമി ഗ്ലോബൽ എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ പവർഫുൾ ടീം. അതുപോലെ എന്റെ സക്സസ് പാർട്ട്നേഴ്സ് SBGയുടെ STC എന്റെ ലീഡർമാരെ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ്. സോ അവരൊക്കെയാണ് എന്റെ വിജയത്തിൽ അവരുടെയൊക്കെ വരികളോ വചനമോ ഇടപെടലോ അപ്രീസിയേഷനോ ഒക്കെ ഉണ്ട്. സോ ഐ റിയലി താങ്ക് യു ഓൾ ദി ലീഡേഴ്സ്, എസ്പെഷ്യലി NTC എന്റെ ലീഡേഴ്സ്. സോ താങ്ക് യു ലീഡേഴ്സ് ഓൾ ഓഫ് യു. അതേപോലെ തന്നെ SBG ഫൗണ്ടർ ഫാമിലി, അതേപോലെ തന്നെ ഇതിന് ഒരുപാട് ടീംസ് ഇതിനകത്തുണ്ട്. എല്ലാ ഫൗണ്ടേഴ്സിനെയും ഒരുപക്ഷെ ഈ സ്ക്രീനിൽ നിൽക്കുന്ന ആളുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൗണ്ടേഴ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ചെറുതും വലുതുമായ നാളെ വലുതാവാൻ ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ആണ്. സോ യു ആർ ചാമ്പ്യൻസ്, you are really millionaires, and I thank God to convey with you some kinds of the ideas about this millionaireship and this success. Okay, thank you. So എന്തായാലും മൈ പ്ലേസിലേക്ക് സുസ്വാഗതം. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്ട് തന്നെ തിങ്ക് വിൻ വിൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. നമുക്കൊക്കെ അറിയാം 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ നെറുകയിൽ ചർച്ചിതമായ ഒരു വലിയ സബ്ജക്റ്റാണ്. ലോകത്ത് വിജയിച്ച ആയിരക്കണക്കിന് ആളുകളുടെ സ്റ്റോറി നമ്മളുടെ ആർ കെവി എന്ന് പറയുന്ന ഗ്രേറ്റ് മാൻ സ്റ്റീഫൻ ഫ്രാങ്ക്ലിൻ ആർ കെവി എന്നൊക്കെ പറഞ്ഞാൽ തെറ്റില്ല. ആ ലെവലിൽ വലിയ പേരുള്ള മനുഷ്യരാണ്. എന്തായാലും ശരി, സ്റ്റീഫൻ ആർ കെവി എന്ന് പറയുന്ന മഹത്തായ പ്രതിപുരുഷൻ ഒരു യുഗത്തിന്റെ മഹാവിഭാവനമായിരുന്നു ഇദ്ദേഹത്തെ പോലെയുള്ള പല ആളുകളും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ആ വീഡിയോ ഇതാകുന്നില്ല, ശരിക്കും കറക്റ്റായി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരിട്ട് സബ്ജക്റ്റിലേക്ക് വരാം. അദ്ദേഹം ഈ സക്സസിനെ കുറിച്ച് പറയുന്ന ചില ഒരു ടോക്കുകൾ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിലുണ്ട്. സോ അദ്ദേഹം പറയുന്ന ചില വരികൾ കൂടി പറഞ്ഞു തുടങ്ങാം. അദ്ദേഹം തന്നെ തുടങ്ങട്ടെ എന്ന അർത്ഥത്തിലേക്ക് ആശിച്ചു. പക്ഷേ ഈ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ പ്രയാസം കൊണ്ട് മിസ്സായതാണ്.
സോറി. സോ എന്തായാലും അദ്ദേഹം ആയിരക്കണക്കിനാകുന്ന ജനങ്ങൾ ഈ നൂറ്റാണ്ടുകളിലൂടെ ജയിച്ചു പോയ ജയപദങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ അതിനകത്ത് എല്ലാവരും കാത്തു സൂക്ഷിച്ച ചില ക്വാളിറ്റികളെ കുറിച്ച് അദ്ദേഹം പഠിച്ചെടുക്കുകയും ആ ക്വാളിറ്റി എന്താണെന്ന് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു സിനാരിയോയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ, സപ്താത്ഭുതമായി ലോകത്ത് മാറിയ ആളുകൾ 7 പ്രധാന കാര്യങ്ങൾ നോക്കിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 4ാമത്തെ ഒരു ഹാബിറ്റാണ് തിങ്ക് വിൻ വിൻ എന്ന് പറയുന്ന ഒരു സാധനം. സോ ഈ തിങ്ക് വിൻ വിൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഭാഷ്യം പലവരും വിജയത്തെ പല അർത്ഥത്തിലാണ് കണ്ടിട്ടുള്ളത്. ഈ സ്ക്രീനിൽ കാണിച്ച വ്യക്തിയും ഒരർത്ഥത്തിലാണ് കണ്ടത്. ഞാൻ എന്റെ ഡയറിയിൽ കാലങ്ങൾക്ക് മുമ്പ് വിജയത്തെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതി വെക്കപ്പെട്ട ഒരു മൊഴിമുത്ത് പോലെ എഴുതിയ വരി ഇതാണ്: സക്സസ് ഈസ് സെലക്റ്റീവ് ആൻഡ് ഡിപെൻഡന്റ്. വിജയം എന്ന് പറയുന്നത് തികച്ചും അത് സെലക്റ്റീവ് ആണ്, ഡിപെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് കൺസെപ്റ്റിലായിരിക്കും സക്സസ് എന്ന് പറയുന്നത്. ഡിപെൻഡന്റും ആണ്, അവനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും അവൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ജേർണി. അതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ്. അതൊരിക്കലും നമ്മൾ വിജയം എന്ന് പറഞ്ഞാൽ ഇതൊരു മാരത്തോൺ ആണ്. അത് അങ്ങനെ കണ്ടിന്യൂസ് ജേർണിയാണ്. പ്രൊവൈഡിങ് അതൊരു പ്രധാന ഘടകമാണ്. ഗ്രോത്ത് ആൻഡ് ഹാപ്പിനെസ്, ഓരോ ഉയർച്ചയും അതേപോലെ സന്തോഷവും സംവിധാനിച്ചുകൊണ്ട് ഫോർ ദ വേൾഡ് കീപ്പിംഗ് സ്പിരിച്വാലിറ്റി, നമുക്കുള്ളിലുള്ള ആത്മീയ ശക്തിയെ ഉപയോഗപ്പെടുത്തി ഈ ലോകത്ത് ഗ്രോത്തിനെയും ഹാപ്പിനെസിനെയും സപ്ലൈ ചെയ്യുന്ന ഒരു അൺഎൻഡിങ് പ്രോസസ്സാണ് ശരിക്കും വിജയം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വിശാലമായിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ പറയാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇന്റർപ്രറ്റ് ചെയ്യാനും അതുപോലെ ഉള്ളിലേക്ക് തോണ്ടി നോക്കാനും പഠിക്കാൻ പറ്റിയവർക്ക് പറ്റും. അവിടെ ഞാൻ പറഞ്ഞെടുത്ത് ഒന്ന് ഗ്രോത്ത് ഉറപ്പുവരുത്തണം, മറ്റൊന്ന് അത് സന്തോഷമായിരിക്കണം. പക്ഷെ ആ സന്തോഷം ഫോർ എ പേഴ്സണോ ഫോർ എ കമ്മ്യൂണിറ്റി ആയിരിക്കരുത്. ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രം ഹാപ്പിനെസ് വന്ന ഡേഞ്ചറാണ്. ഫോർ ദ വേൾഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. സർവ്വചരാചരങ്ങൾക്കും, ഈവൻ ദോ ഞാൻ എന്റെ ജീവിതം കൊണ്ട് എന്നെ കൊണ്ടാവും വിധം സ്പിരിച്വാലിറ്റിയിൽ നിന്ന് എല്ലാ നാലുകാലി പറവകൾക്ക് പോലും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വിലങ്ങ് തടി ആകാത്ത രൂപത്തിൽ ഒരു എൻഡ്ലെസ് പ്രോസസ്സിന്റെ ജേണി ഞാൻ നടത്തി. എന്റേതായ സെലക്ഷൻ ഞാൻ ഏറ്റെടുത്തിൽ അവിടെ ആ ജീവിതത്തിനും എന്റെ ജീവിതത്തിനും ഗ്രോത്ത് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ സക്സസ്ഫുൾ ജേണി എന്ന് പറയാൻ പറ്റും. സോ വിജയത്തെ നമുക്ക് ഇങ്ങനെയും സംവിധാനിക്കാം. പലവരും പലതും പറഞ്ഞു, ഞാൻ എന്റെ ഒരു ഭാഷയും പറഞ്ഞു. സോ ആക്ച്വലി എന്താണ് തിങ്ക് വിൻ വിൻ എന്ന് പറഞ്ഞാൽ ഞാനും ജയിക്കണം നിങ്ങളും ജയിക്കണം, ഈ ധാരണയിൽ നമ്മളുണ്ടാവും. അപ്പൊ ഇന്നലെ എല്ലാവരും വോട്ട് ചെയ്തു. ഐ റിയലി അപ്രീഷിയേറ്റ് ഓൾ ദ വോട്ടേഴ്സ്. കാര്യം നമ്മുടെയൊക്കെ സമ്മതിദാന അവകാശം ഇന്നലെ എല്ലാവരും രേഖപ്പെടുത്തി. ഇന്നലെ വോട്ടിന്റെ തിരക്കായതുകൊണ്ട് ഇന്നലെ നമുക്ക് ഐഫ്ലേസ് പറ്റില്ല. റിയലി സോറി. നമ്മുടെ പല ആൾക്കാരും ആ ക്ലാസ് പ്രതീക്ഷിച്ചവരുണ്ടായിരിക്കും. പക്ഷെ എന്നാലും വോട്ടിന് വേണ്ടി ഓരോരുത്തർ ഓടിപ്പാഞ്ഞ് ചെയ്തു കാര്യങ്ങളൊക്കെ. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എല്ലാവരുടെ വോട്ടും എല്ലാവരും വിശ്വസിക്കുന്ന പാർട്ടി വിജയിക്കട്ടെ. ഓരോരുത്തർക്കും അവനാന്റെ പാർട്ടികൾ ഓരോന്നായിരിക്കല്ലോ. പക്ഷെ എല്ലാ പാർട്ടിക്കും അപ്പുറം നമുക്ക് നമ്മുടെ ഇന്ത്യ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചു വരണം, കേരളം തിരിച്ചു വരണം. എല്ലാ രാജ്യത്തും സമാധാനമുള്ള രൂപത്തിൽ എല്ലാ രാജ്യവും സമാധാനത്തിലേക്ക് തിരിച്ചു വരണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. അതിനായി നിങ്ങളുടെ വോട്ടുകൾ, പ്രയത്നങ്ങൾ, രാഷ്ട്രീയ ചിന്താധാരകൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാര്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയാനുള്ളത്, നമുക്ക് ഒരുപാട് വലിയ പാലങ്ങളും വലിയ റോഡുകളും വലിയ കൊട്ടാരങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ വസിക്കുന്ന ആളുകൾക്ക് സന്തോഷമോ സമാധാനമോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പണ്ടാർക്ക് ചോറ് കൊടുത്തു വായ മൂടിക്കെട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു വലിയ ബിരിയാണി ചെമ്പ് മുഴുവൻ കൊടുത്ത് കഴിച്ചോ, ഇത് വലിയ ചിക്കൻ മട്ടൻ കുട്ടൻ എന്ന് പറഞ്ഞാണ്ട് അവന്റെ വായ സീലിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിന് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യവാസം സന്തുഷ്ടമല്ലെങ്കിൽ, അതല്ലെങ്കിൽ ധർമ്മ മൂല്യമുള്ളതല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഗ്രോത്ത് വന്നാലും ശരി അതൊക്കെ നമുക്ക് വെറുതെ ആസ്വദിക്കാൻ പറ്റാത്ത, അനുഭവിക്കാൻ പറ്റാത്ത ഒരു സമ്പ്രദായമായി മാറും. അതുകൊണ്ട് നമുക്ക് പണ്ടാരോ പറഞ്ഞതുപോലെ ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ചേര പുരാതന ഭാവന ചരിത ആര്യ കുലോൽക്കട ഭാർഗവ നിരത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേരളത്തിന്റെ മഹിമാവിലാസം പാടിയ പോലെ ആ കേരളം വരട്ടെ. അതേപോലെ തന്നെ നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ഏ ഗുലിസ്ഥാൻ ഹമാര, ഈ പൂന്തോപ്പ് നമ്മളാണ്. അവിടെ ഹം ബുൽബുലേ ഉസ്കി, നമ്മൾ ആ രാജ്യത്തിന്റെ ബുൽബുൽ പക്ഷികളാണ്. അപ്പോ ഒരു വലിയ പൂങ്കാവനം വിളയട്ടെ ഇന്ത്യ എന്ന വലിയ പൂന്തോപ്പ് ഇനിയും പ്രശോഭിതമാവട്ടെ. അവിടെ ബുൽബുൽ പക്ഷികളായിട്ട് നമുക്ക് പാറി നടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാളുകൾക്ക് വേണ്ടി നമ്മുടെ വോട്ട് ഭവിക്കട്ടെ എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിന് പറ്റുന്ന പ്രൊജക്റ്റിലാണ് നമ്മൾ ഉള്ളത് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് മാത്രം. സോ ഞാൻ പറഞ്ഞു വന്നത് തിങ്ക് വിൻ വിൻ, ഞാനും ജയിക്കണം അവരും ജയിക്കണം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പോയിന്റ് ആയിട്ട്, ഫിൽ സമ്മൺസ് ബക്കറ്റ് മേക്ക് ദം ഫീൽ ഗുഡ്. മറ്റൊരാളുടെ ബക്കറ്റ് നിറച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ വിജയിക്കട്ടെ എന്ന് പറയുന്നിടത്ത് എവരി വൺ ക്യാൻ വിൻ. ലോകത്ത് ആർക്കും ജയിക്കാൻ പറ്റും. മറ്റൊരാളുടെ ജയം തന്റെ വിജയം തടസ്സപ്പെടുത്തരുത്, അതുപോലെ തന്റെ ജയം തടസ്സപ്പെടുത്തരുത്. ഇത് വലിയൊരു ചർച്ചിതമായ സബ്ജക്റ്റ് ആണ്, ചർച്ചിതമാവേണ്ടതാണ്. എന്താ കാരണം എന്നറിയോ?
ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാല് ഞാൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ തോൽക്കുക എന്നുള്ള അർത്ഥം വെച്ചിട്ടുണ്ട് അറിയാതെ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം. തന്റെ ജയം ഒരിക്കലും മറ്റൊരുത്തന്റെ പരാജയത്തിന് നിദാനമാകരുത്. അത് വെരി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഘടകമാണ്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയം എന്ന് പറയുന്നത് തികച്ചും എന്താ പറയാ വ്യക്തിപരവും അതേപോലെ തന്നെ സ്വാർത്ഥപരവുമാകുന്ന തലത്തിലേക്ക് ഇന്ന് ലോകം മാറുന്നുണ്ട്. ഞാൻ ജയിക്കണമെങ്കിൽ അവൻ തോൽക്കലാണ്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ മുഖം തന്നെ നിങ്ങൾ നോക്കിയാൽ, ഇപ്പൊ കഴിഞ്ഞ വോട്ടിന്റെ കഥ നോക്കിയാൽ മൈക്കെടുത്ത് എല്ലാവരും ചോദിക്കണത് ഏത് പാർട്ടി ജയിക്കും. ഈ ഏത് പാർട്ടി നിലയിൽ ഇവർ 3 പാർട്ടി ഇട്ടേരാണ്. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ വോട്ടിന്റെ പലക നോക്കിയാൽ അവിടെ 5-6 പാർട്ടി 5-6 ചിഹ്നം കാണുന്നുണ്ട്. ഈവന്തോ ഇന്ത്യയിലെ 140 കോടി ജനതയിലെ ഒരു വ്യക്തി ഒരു പാർട്ടിയാൽ അയാൾക്കും അയാളെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യില്ല. കാരണം പത്രക്കാരനെ തീരുമാനിച്ചത് അത് പാർട്ടിയല്ല. അതാണ് ഇന്നത്തെ മുഖം. അപ്പൊ നമ്മളെ കൊണ്ട് നമ്മളറിയാതെ പലതും പറയിപ്പിക്കുന്ന പരിപാടി മീഡിയക്ക് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ നമ്മളെ ബ്രെയിനും അങ്ങനെ തന്നെയാണ്. ഏത് പാർട്ടി ജയിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വരുന്നു, അല്ലെങ്കിൽ പ്രധാന സ്ഥാനാർത്ഥി എന്ന് പറയുന്നിടത്തിൽ 2-3 പാർട്ടിയെ മുന്നിൽ വെക്കും. കാരണം അവർ മുഖ്യധാരയിലുണ്ട്. ഈ മുഖ്യധാരയും മുഖ്യമല്ലാത്ത ധാരയൊക്കെ പിന്നത്തെ കാര്യം. ഏതൊരു വ്യക്തിക്കും അവന്റേതായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കുള്ള ജനാധിപത്യം കടന്നു വരുന്നുള്ളത് മറ്റൊരു സത്യം. സോ എന്തായാലും ശരി, തിങ്ക് വിൻ വിൻ എന്ന് പറയുന്ന വാക്കും ഇത് തന്നെയാണ്. എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ. സോ ഇവിടെ കാണിച്ച ചിത്രം വലിയൊരു കഥ പറയുന്നുണ്ട്. 2 കഴുതകള് പുല്ല് തിന്നാൻ വേണ്ടി മത്സരിച്ചപ്പോ ആദ്യം അവരെന്ത് ചെയ്തു? 2 പേരും മത്സരിച്ചു, അങ്ങും ഇങ്ങും വലിഞ്ഞു. 2 പേരുടെയും കഴുത്ത് മുറുകി വേദനിച്ചു, നൊമ്പരപ്പെട്ടു എന്നതല്ലാതെ പുല്ലിലേക്ക് എത്തിയില്ല. കാരണം 2ആൾക്കും ഈ പുല്ല് ഒരേ സമയത്ത് കിട്ടണം. ലാസ്റ്റ് 2 ഇത് ചിന്തിച്ചാൽ ഒരു തീരുമാനം എത്തി. തിങ്ക് വിൻ വിൻ. ഞാനും നീയും ഒരുമിച്ച് പോയി അത് കഴിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് ഇത് കഴിക്കുക. ഈ ചിത്രത്തിൽ അതിന്റെ ആശയം മൊത്തം എനിക്ക് പറയാനുണ്ട്. അതാണ് തിങ്ക് വിൻ വിന്നിന്റെ ഒരു ആശയം. അവിടെ തന്നെ വിൻ വിൻ ഈസ് എ ബിലീഫ് ഇൻ ദ third alternative. It is your way or my way. It is a better way, higher way. ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രധാനപ്പെട്ട ഒരു ചിന്താധാരയാണ്. അത് എന്റെ വഴി നിന്റെ വഴി എന്നുള്ള അർത്ഥത്തിലേക്കല്ല, അത് നമ്മുടെ വഴി എന്ന അർത്ഥത്തിലേക്കാണ്. നിന്റെ വഴി എന്റെ വഴി, ആ ഞാനും നീ കൊണ്ട് മാറ്റിട്ട് വി എന്ന് പറയുന്ന ഒരു ചിന്താധാര ജന്മം കൊള്ളുമ്പോൾ ജയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്റേത് എന്നിൽ നിന്ന് എന്ന പദത്തിൽ നിന്ന് നമ്മുടേത് നമുക്ക് നമ്മുടെ എന്ന പദത്തിലാണ് ഈ ജയത്തിന്റെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. സോ ആക്ച്വലി അവിടെ നമ്മൾ നോക്കാനുള്ളത് ചോയ്സ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും മനസ്സിലായ പോലെ ചിത്രം കാണിച്ച പോലെ തന്നെ ഇവിടെ എന്താ പറയാ, അവിടെ പെൻസിലിന് എപ്പോഴും അത് കൂർപ്പിക്കുന്ന ഷാർപ്പനർ അവിടെയാണ്. അതേപോലെ സ്ക്രൂവിന് അതിനെ ഞെട്ടും ബോൾട്ടും ഇവിടെയാണ്. ഞെട്ടും ബോൾട്ടും പെൻസിലും ഒരുമിക്കുകയും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആകുകയും ചെയ്താൽ ഒരുപക്ഷെ ഈ യാത്രയിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇനി ഉള്ള ആൾക്കാരെന്നെ ഇവിടെ തോണിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാൾ അങ്ങോട്ട് തുഴയും, ഒരാൾ ഇങ്ങോട്ട് തുഴയും, മറ്റാളെ മറ്റോട്ട് തുഴയും. അതുകൊണ്ട് എവിടെയും എത്തൂല. അവിടെ ഒന്നും സിനർജി വർക്ക്ഔട്ട് ആവില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മെനി ഓൺ ദി ടീം. ടീമിൽ എത്ര ആൾക്കാരുണ്ടോ എന്നുള്ളതല്ല, ആൾക്കാർ കൂടിയാൽ അത് ബാധ്യതയാണ്. അതേസമയം അത് ടീമായാൽ അത് സാധ്യതയാണ്. സോ ബാധ്യതയും സാധ്യതയും തമ്മിലുള്ള ഒരു മത്സരമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഒരേ ഫോക്കസില്, ഒരേ വിഷനില്, ഒരേ മിഷനില്, ഒരേ സിസ്റ്റത്തിൽ പോയാൽ അത് വലിയ സാധ്യതയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു കൂട്ടത്തിൽ നിൽക്കുകയും ചിന്താധാര ഡിഫറെന്റ് ആകുകയും സിസ്റ്റം ഡിഫറെന്റ് ആകുകയും ചെയ്താൽ അതൊരു ബാധ്യതയാണ്. സോ വർക്ക് ടുഗദർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ആള് 4 ആയാലും ശരി, 40 ആയാലും ശരി, അത് ഒരേ ഫോക്കസിൽ, ഒരേ മിഷനിൽ, ഒരേ സിസ്റ്റത്തിൽ പോയാൽ സക്സസിൽ എത്തുന്നുണ്ടാകും. ഒട്ടുമിക്ക സ്ഥലത്തും സംഭവിക്കുന്നത് ലീഡർ സിസ്റ്റം ഒന്ന്, ഇന്ന സിസ്റ്റം വേറെ. പണ്ടാരോ നമ്മൾ പറഞ്ഞ പോലെ നവരസത്തിന്റെ അപ്പുറത്തേക്ക് ഇന്റേതായ ഒരു രസം കൂടി കൂട്ടിക്കോ എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മളൊക്കെ തിരിച്ചറിയാനുള്ളത് നമ്മുടെ അപ്ലയൻസ് ഏതാണായാലും പെണ്ണായാലും ചെറുതായാലും വലുതായാലും ഒക്കെ ആവട്ടെ, അവന്റെ പ്രായം എന്താവട്ടെ, ചിന്താധാര എന്താവട്ടെ, നമ്മളിനേക്കാൾ ഒരു ഇത്തിരി ഒരു സക്സസിന്റെ ഒരു അംശം കൂടുതൽ ഉണ്ടെങ്കിൽ ആ വരി അയാളിൽ നമ്മൾ കേട്ടേ പറ്റൂ എന്ന തലത്തിലേക്ക് നമ്മൾ മാറുക എന്നതാണ് ആദ്യമേ ഉണർത്താനുള്ളത്. എന്തായാലും തിങ്ക് വിൻ വിൻ എന്ന് പറയുന്നത് വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. പറഞ്ഞാലും ചിന്തിച്ചാലും തീരൂല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ തിങ്ക് വിൻ വിൻ എന്ന് പറയുന്നത് ഹാബിറ്റ് ഫോർ ഫ്രം ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ബൈ സ്റ്റീഫൻ ആർക്കെവി എന്ന് പറയുന്ന ഗ്രേറ്റ് മാന്റെ പുസ്തകത്തിലെ 7 ഹാബിറ്റിലെ ഒരു 4ാമത്തെ സാധനമാണത്. എ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ് ആണത്. ബേസ്ഡ് ഓൺ മ്യൂച്വൽ ബെനിഫിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് വേണം. റെസ്പെക്ട്, അങ്ങും ഇങ്ങും ആദരിക്കണം. ആൻഡ് അബണ്ടൻസ് മൈൻഡ് സെറ്റ്, പരസ്പരം വലിയൊരു അബണ്ടൻസിന്റെ മൈൻഡ് സെറ്റ് വേണം. അങ്ങനെയുള്ള ഒരു ചിന്താധാരയാണ് ശരിക്ക് ഈ തിങ്ക് വിൻ 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 എന്ന് പറയുന്ന പ്രൊജക്ട്. വിശദീകരിച്ചു പറഞ്ഞാല് വിൻ വിൻ എന്ന് പറയുന്നതിന് ഒന്നുകൂടെ നന്നാക്കി പറഞ്ഞാല് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് അത് വിൻ വിൻ ഇസ് എ ഫ്രെയിം ഓഫ് മൈൻഡ് ആൻഡ് ഹാർട്ട്. ആത്മാവും അവന്റെ മനസ്സും ഉള്ള ഒരു വലിയ ഫ്രെയിം ദാറ്റ് constantly seeks mutual benefits in all human being interactions. എല്ലാ മനുഷ്യന്റെ ഇടപെടലുകളിലും എല്ലാവർക്കും ഒരു വിജയത്തിന്റെ സാധ്യത ഒരുക്കുന്ന
മനസ്സും ശരീരമൊക്കെ ഒരുമിച്ചുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ തന്നെ വിൻ വിൻ എന്ന് പറയുന്ന സ്ട്രാറ്റജിയെ നമ്മൾ പറയുന്നിടത്ത് പ്രധാനമായിട്ടും കൊളാബറേഷൻസ്, അങ്ങും ഇങ്ങും കൊളാബറേറ്റ് ചെയ്യണം. കാരണം ഇന്നത്തെ യുഗം എന്ന് പറഞ്ഞാൽ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ സക്സസ് ആണ്. നമുക്കൊരിക്കലും ഒറ്റക്കൊരു പ്രസ്ഥാനം വിജയിപ്പിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ മൈലേജ് തരും. അത് ആരുതാണ്? മൈലേജ് തരും നമ്മളതാണ്. അല്ലാതെ അത് കമ്പനി മാനേജ്മെന്റിന്റെ അല്ല, അതൊരു കൊളാബറേഷൻ ആണ്. നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക. അപ്പൊ മെർജ് ചെയ്യാന്ന് പറയാറുണ്ട്. വോഡാഫോൺ ഐഡിയ മെർജ് ചെയ്തതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ടൊയോട്ടയും അതേപോലെ തന്നെ നമ്മളുടെ സുസുക്കിയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. എവിടെ നോക്കിയോളൂ മൊബൈൽ കമ്പനികള്, കാർ കമ്പനികള്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ലോകത്ത് എവിടെയും പരസ്പരം അങ്ങും ഇങ്ങും കണക്ട് ചെയ്തിട്ടാ. ഇപ്പൊ നമ്മളുടെ റിലയൻസും ആപ്പിളും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻസ് ഉണ്ട്. സോ ആ അർത്ഥത്തിൽ കൊളാബറേറ്റ് ചെയ്യാതെ ഈ കാലത്ത് വിജയിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കുന്നവന്റെ കാലം അസ്തമിച്ചു. ഇന്ന് ഒരുമിച്ച് നിന്ന് ഒരു കുടയ്ക്ക് കീഴിൽ നിന്ന് എല്ലാ ചിന്താധാരകളും മാറ്റി ഒരേ ഫോക്കസിൽ പലവരും വർക്ക് ചെയ്യുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കൊരു പ്രസ്ഥാനം വിജയിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അവിടെ തന്നെ മ്യൂച്വൽ ബെനിഫിറ്റുകൾ നമ്മൾ പരസ്പരം അങ്ങും ഇങ്ങും എമ്പതി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കുന്ന സൊല്യൂഷൻസ്, നമ്മൾ പല പരിഹാരങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ പറയാറുണ്ട്, അത് ക്രിയേറ്റീവ് ആയിരിക്കണം. അല്ലാതെ താൽക്കാലിക മുട്ടുശാന്തിയുടെ ഒരു ഡയലോഗ് പറഞ്ഞ് നീറ്റു പോകുന്നതോ അതല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നതോ ഒരിക്കലും ശരിയല്ല. അത് ക്രിയേറ്റീവ് ആയിരിക്കണം. ഞാൻ എടുക്കുന്ന ഈ സൊല്യൂഷൻസ് എത്രമാത്രം വിദൂരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളതാണ് എന്ന അർത്ഥത്തിലായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നെഗോഷിയേഷൻസ് ഉണ്ടാവും. ട്രസ്റ്റ്, ഒരിക്കലും പരസ്പരമുള്ള വിശ്വാസം പൊട്ടരുത്, വിശ്വാസം പൊട്ടിപ്പിക്കരുത്. അതേപോലെ തന്നെ ലോങ് ടൈം റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിരിക്കണം. ഷെയർഡ് സക്സസ്, വിജയങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യണം. എന്റെ വിജയം നിന്റെ വിജയം, അയാളെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം, എന്റെ വിജയത്തിന് അയാൾ പ്രവർത്തിക്കും. ഇങ്ങനെ തുടങ്ങി എല്ലാം കൂടിയ ഒരു വലിയ സ്ട്രാറ്റജിയാണ് വിൻ വിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ 3 സാധനം നമുക്കവിടെ പറയാനുണ്ട്. ഒന്നാമത്തത് കീ പോയിന്റ്സ് ഫ്രം ദ ബുക്ക് ഫോർ ദ വിൻ വിൻ മെത്തേഡ്. വിൻ വിൻ മെത്തേഡിന് ആ പുസ്തകത്തിലുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറയണം, എന്നിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ടാവും. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീങ് നൈസ് നോർ ഇറ്റ് ഈസ് ദ ക്വിക്ക് ഫിക്സ് ടെക്നിക്സ്. അതായത് ഞാൻ ഭയങ്കര നല്ലവനാണ് എന്നുള്ളത് ഒരിക്കലും അതിലെ ഒരു വിൻ വിൻ സക്സസിന്റെ മാനദണ്ഡം മാത്രമല്ല. നമ്മൾ നല്ലതാവണം, ഒരു സംശയമല്ല. പക്ഷേ ഞാൻ നല്ലതായ ഒരു മൂലക്കൽ ഇരിക്കലല്ല അതിൻ്റെതും. ഇറ്റ് ഈസ് എ ക്യാരക്ടർ ബേസ്ഡ് കോഡ് ഫോർ ഹ്യൂമൻ ഇന്ററാക്ഷൻസ്. അതൊരു പെരുമാറ്റ ചട്ടമാണ്. അതല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകുന്നതിലെ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുതയാണ്. അതായത് തന്റെ ജയത്തെ കൃത്യമായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഉതകും വിധം കൺവെർട്ട് ചെയ്യാനും അത് മനസ്സിലാക്കി കൊടുക്കാനും ഇന്ററാക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനും. അതായത് നമ്മൾ ഒരു മൂലയ്ക്ക്, അതായത് ഇപ്പൊ ഞാൻ മാത്രം ജയിച്ചാൽ മതി, ഞാൻ ഒരു മൂലയ്ക്ക് ഇരുന്ന് കണ്ട് പഠിക്കുക. ഉദാഹരണമായിട്ട് ഞാൻ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കൂല. എന്റെ പ്രോബ്ലം സോൾവിങ് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കൂല. അല്ലെങ്കിൽ എന്റെ വിജയത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും സഹായം തേടി വന്നാൽ നീ നിന്റെ പണി നോക്ക്, ഞാൻ എന്റെ ജയം, ഇങ്ങനെയൊന്നുമല്ല. അതൊരു ഇന്ററാക്ഷൻ അങ്ങും ഇങ്ങും കടക്കുന്ന ഒരു സാധനമാണ്, കണക്ഷൻ ഉള്ള സാധനമാണ്. ലൈഫ് ഈസ് സീൻ ആസ് കോപ്പറേറ്റീവ് അറീന, നോട്ട് എ കോമ്പറ്റീറ്റീവ് വൺ. ഒരിക്കലും ഒരു മത്സര ഗോതയിൽ ജീവിതത്തെ കാണരുത്, പരസ്പരം കോപ്പറേറ്റീവ് ആയിട്ട്. കാരണം ഈ ലോകമേ എന്താണ്? പരോപകാരം പ്രവണം പ്രപഞ്ചം എന്നതാണ് ഈ ലോകത്തിന്റെ കൺസെപ്റ്റ് തന്നെ. നമ്മളെപ്പോഴും ഞാൻ ക്ലാസ്സിൽ ഓർക്കുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെതാണ് എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ളൂരിന്റെതാണ്. ഒരു കാവ്യശകലമുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാരം പ്രവണം പ്രപഞ്ചം. ആശയം ഇത്രേ പറയുന്നുള്ളൂ. ഇറുപ്പവനും മലർ ഗന്ധമേകും. ഒരുപക്ഷെ പൂവ് ഇറുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ വരുന്ന സമയത്ത് ഉറപ്പാണ് ആ പൂവിന്റെ ആ വലിയ പ്രക്ഷോഭിതമായ സീനറി, അതിന്റെ ആ ഭംഗി, ദൃശ്യചാരുത അത് അസ്തമിക്കുന്നുണ്ട്. അതേപോലെ അതുവരെ വിഭാവനം ചെയ്ത നറുമണം തൂകുന്ന ആ വലിയ സൗന്ദര്യം അത് നശിക്കുകയാണ്. ആ മനുഷ്യൻ അതിനെ കൊല്ലുകയാണ്. അപ്പൊ പൂവിനെ കൊല്ലുമ്പോഴും ആ കൊലയാളിക്ക് പൂവ് തന്റെ ഗന്ധം സമ്മാനിക്കുന്നുണ്ട്, തന്റെ ദൃശ്യചാരുതയും സമ്മാനിക്കുന്നുണ്ട്. എന്നെ കൊല്ലുമ്പോഴും ആ പൂവ് പറയുന്നത് എന്നെ ആസ്വദിച്ചു മനുഷ്യ, നീ കൊന്നോന്നാണ്. അതാണ് ഇറുപ്പവനും മലർ ഗന്ധമേകും. ഇറുക്കുക എന്ന് പറഞ്ഞാൽ നുള്ളി മോഹിക്കുക. അവൻക്ക് മലരെന്ത് ചെയ്യുന്നുണ്ട്? ഗന്ധം കൊടുക്കുന്നുണ്ട്. വെട്ടുന്നവനും തരി ചൂടകറ്റും. ഒരുപക്ഷെ മരത്തിന്റെ കണ്ടനാളം മുറിച്ചിട്ട് അത് അത്രയും നാളും ഒരുപാട് പക്ഷിലതാദികൾക്കും മനുഷ്യ മക്കൾക്കും തണല് കൊടുത്തതായിരിക്കാം, പഴം കൊടുത്തതായിരിക്കാം. പക്ഷെ ആ മരത്തെ മുറിക്കുമ്പോഴും അതിന്റെ കണ്ടനാളം ഛേദിക്കുന്ന കോടാലി കൊണ്ട് ആഞ്ഞാഞ്ഞു വെട്ടുന്ന ആ ക്രൂരനായ മനുഷ്യർക്ക് തണല് കൊടുക്കുന്നുണ്ട് മരം. അതായത് വെയിലിൽ നിന്ന് ചുട്ടുകൊള്ളുന്ന ഈ താപത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ട് എന്നെ കൊന്നോ എന്ന് പറയുന്ന മരം. അതാണ് വെട്ടുന്നവനും തരിച്ചൂടകറ്റും. ഹനിപ്പവനും കിളി പാട്ടുപാടും. ഒരുപക്ഷെ വേടൻ തന്റെ അമ്പെടുത്തുകൊണ്ട് ആ കിളിയെ കൊല്ലാൻ അമ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ കിളി നന്നായിട്ട് പാടുന്നുണ്ടാകും. മേ ബി നമ്മുടെ
കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ തുഞ്ച ശുഗീകള കണ്ട നിനാദം തഞ്ചും മാമക മലയാളത്തിൽ എന്നൊക്കെ പറയുന്ന നമ്മളുടെ എന്താ പറയാ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ് മലയാളത്തിലൊക്കെ ഞാനൊരു 15-20 കൊല്ലം മുമ്പ് പഠിച്ചതാണ്. അപ്പൊ ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അവിടെയൊക്കെ പറയുന്ന പോലെ തന്നെ കിളി പാട്ട് പാടുന്നുണ്ട്. എന്തോ ഒരു മധുരമായിരിക്കുന്ന സ്വരരാഗസുതയിലെ മധുരിമ രാഗം മീട്ടുന്ന കിളിയുടെ പാട്ട് അത് സമൂഹത്തിന് വലിയ രസമായിരിക്കും. എന്ന് മാത്രമല്ല നമ്മുടെ കുയിലിന്റെ എതിരെ എന്താ പറയാ അതിനെ കൂവിയിട്ട് അതിന്റെ എതിർപ്പാട്ട് പാടുവാൻ മോഹം എന്ന് പറയുന്ന മോഹം എന്ന കവിതയിലൊക്കെ പറഞ്ഞ വരികൾ പോലെ എന്താ പറയാ ഇത് വലിയൊരു രസമാണ് ചെറുപ്പകാലത്ത്. ഇങ്ങനെ ഈ പാടുന്ന കിളിയെ കൊല്ലുമ്പോഴും കിളി പാട്ട് പാടുന്നുണ്ട്. ഇതാണ് പരോപകാരം പ്രവണം പ്രപഞ്ചം. ഇതാണ് പ്രപഞ്ചം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ മനുഷ്യന്മാരാണ് നമ്മൾ എന്തെങ്കിലും പാര വെച്ച് ഈഗോ കയറി. കാരണം നമ്മൾ ഇരികാലി മൃഗങ്ങളായി അധമിക്കുന്നു, അല്ലെങ്കിൽ അസ്തമിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ വീണു പോകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ പരാജയം. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും ദൈവം പടച്ചത് മറ്റൊരാൾക്ക് സഹായമായിട്ടാണ്. സഹായം ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അതാകുമ്പോഴാണ്. ഇല്ലെങ്കിൽ നമ്മളും വാലില്ലാത്ത കാലില്ലാത്ത മൃഗമായി അസ്തമിക്കും. അതുകൊണ്ട് മനുഷ്യർക്ക് മാലാഖയേക്കാൾ വളരാൻ പറ്റും നമ്മൾ മറ്റൊരാൾക്ക് സഹായമാകുമ്പോൾ. ലൈഫിന്റെ ഏതെങ്കിലും ഇടനാഴികളിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് സഹായം ചെയ്തില്ലെങ്കിലും ഒരു എന്താ പറയാ ശല്യമായിട്ടോ പ്രയാസമായിട്ടോ മാറരുത്. കാര്യം അതൊരു മനുഷ്യത്വ ഗുണം അല്ല. സോ അഗ്രിമെന്റ്സ് ഫോർ സൊല്യൂഷൻസ് ആർ മ്യൂച്വലി ബെനഫിഷ്യൽ ആൻഡ് സാറ്റിസ്ഫൈങ്. എപ്പോഴും മനസ്സിലാക്കുക, പരസ്പരം അങ്ങോട്ടും ഒരു അഗ്രിമെന്റ് ഓർ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അത് മ്യൂച്വലി ബെനഫിഷ്യൽ ആൻഡ് സാറ്റിസ്ഫൈങ്. അനക്കും എനിക്കും, അതായത് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള അഗ്രിമെന്റ്സ് ആയിരിക്കും നമ്മൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരു അഗ്രിമെന്റ് കാർഡ് ഉണ്ടാകും. കാര്യം ഏതൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴും ചില എന്താ പറയാ നിയമ സംഹിതകൾ ഉണ്ടാവാം, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാം. അത് എല്ലാവർക്കും സഹായമാകുന്നതായിരിക്കണം. അല്ലാതെ ഞാനൊരു സൊല്യൂഷൻ പാർട്ട് പറയുന്ന സമയത്ത് അതിന്റെ പാർട്ട് ഒരാൾക്ക് മാത്രം സാറേ അതിന്റെ എൻജോയ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടീം അതുകൊണ്ട് വലിയ ദുരിതത്തിലാണ് വരുന്നത് എന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല. അത് ബിസിനസ്സിൽ പറ്റൂല, രാഷ്ട്രീയത്തിൽ പറ്റൂല. ഇന്നത്തെ ലോകത്തെ അത് ശരിയല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും സഹായമുള്ള രൂപത്തിൽ. അതാണ് പ്രധാനമായി ആ പുസ്തകം പറയുന്നത്. അവിടെ തന്നെ 6 പാരഡൈം ഷിഫ്റ്റിംഗ് അദ്ദേഹം പറയുന്നുണ്ട്. 6 പാരഡൈംസ് ഓഫ് human interactions. Kavai outlines 6 ways of people approach relationship. ജനങ്ങളുടെ റിലേഷൻഷിപ്പിൽ 6 പ്രധാന കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ സാധനം എന്ന് പറയുന്ന ഒരു പാരഡൈം എന്ന് പറഞ്ഞാൽ വിൻ വിൻ. ഞാനും ജയിക്കുക, അവിടെയും ജയിക്കുക. അവിടെ ബോത്ത് പീപ്പിൾ ബെനിഫിറ്റ്, രണ്ടാക്കും ജയണ്ടാക്കും. അതൊരു ലോങ് ടൈം സക്സസ് ആണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ലൈഡിനെ മറ്റൊരു സ്ലൈഡാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്, കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തിരിയാൻ. ഇതാണ് 6 നമ്മുടെ ഷിഫ്റ്റിങ്ങൾ. ഒന്ന് വിൻ വിൻ ആണ്. അവിടെ ഡെഫിനിഷൻ പറഞ്ഞാല് ബോത്ത് പാർട്ടീസ് ബെനിഫിറ്റ്സ് ഈക്വലി. 2 ടീമും ഒരുപോലെ ജയിക്കാന്നാണ് അതിന്റെ മൈൻഡ് സെറ്റ്. മ്യൂച്വൽ സക്സസ്, പരസ്പരം വിജയിക്കട്ടെ എന്നുള്ളതാണ്. അതിലെ ഉദാഹരണം പറഞ്ഞാല് എ മാനേജർ ഗിവ്സ് ഫോർ ഫെയർ പ്രൊമോഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ് എൻഷുറിംഗ് എംപ്ലോയീസ് ഫീൽ വാല്യൂഡ് ആൻഡ് ദ കമ്പനി ഗ്രോസ്. അതായത് ഒരു കമ്പനിയുടെ മാനേജർ അതിന്റെ എംപ്ലോയീസിന് നല്ല പ്രവർത്തനം ചെയ്ത കാരണത്താൽ ഒരുപാട് പ്രൊമോഷൻസ് കൊടുക്കുക. ആ പ്രൊമോഷൻസിന്റെ വളർച്ചയിൽ അയാളും വളരുക, അദ്ദേഹത്തിന്റെ വർക്ക് നന്നാവുമ്പോൾ കമ്പനിയും വളരുക. അപ്പോൾ കമ്പനിക്കും അതുകൊണ്ട് നേട്ടമുണ്ട്, അയാൾക്കുണ്ട്. ഏതുപോലെ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ഒരു റാങ്ക് എടുത്ത ലീഡറെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ അയാൾ വളരുമ്പോൾ തന്റെ ബിസിനസ് വളരുന്നു, തന്റെ ബിസിനസ് വളരുമ്പോൾ അയാളുടെ ബിസിനസ് വളരുന്നു. ഉദാഹരണമായിട്ട് ഒരു ലീഡർ എന്ത് ചെയ്യാണ്, പെർഫോമൻസ് അടിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ATC ആണ്, DTC ആണ്. DTC ലീഡർ പെർഫോമൻസ് അടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ TC കൊണ്ട് അടിപ്പിച്ചാൽ TCക്കും പെർഫോമൻസ് ആ പൈസ കിട്ടി, അതിനനുസരിച്ചുള്ള ലീഡർഷിപ്പിൽ മേലെ നിൽക്കുന്ന ആൾക്കും കിട്ടി. അതാണ് ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു കാറ്റഗറി വിൻ ലൂസ്. ഞാൻ ജയിക്കുക, നീ തോൽക്കുക. അതായത് 1 person വിൻസ്, ഒരാൾ ജയിക്കും മറ്റാൾ തോൽക്കും. അതിലുണ്ടാകുന്നത് കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റിയാണ്. അതായത് ഞാനൊരു ഭയങ്കര സംഭവമാണ്, മാനേജീരിയൽ സാധനം. അപ്പൊ ഞാൻ ജയിക്കും, അത് ബോസിന്റെ സ്വഭാവമാണ്. അതായത് തന്റെ അനുയായികൾ പലതും നന്നായിട്ട് കർമ്മങ്ങൾ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ ക്രെഡിറ്റും ബോസ് ഏറ്റെടുക്കുക, എന്നിട്ട് അവന്റെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന സിസ്റ്റമാണ് വിൻ ലോസ് എന്ന് പറയുന്ന സാധനം. അതൊരു കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി ലോസ് വിൻ. ലോസ് വിൻ എന്ന് പറഞ്ഞാല് ഞാൻ തോൽക്കുക, നീ ജയിക്കുക. അതായത് ഒരാൾ അവിടെ ജയിക്കും, മറ്റോട്ടുണ്ടാകുന്നത് കർമ്മം ചെയ്യുന്ന വ്യക്തി ജയിക്കുകയാണ്, ഇവിടെ കർമ്മം ചെയ്യുന്ന വ്യക്തി തോൽക്കാണ്, മറ്റാള് ജയിക്കുകയാണ്. ഉദാഹരണം പീപ്പിൾ പ്ലീസിങ്, നോ സെൽഫ് റെസ്പെക്ട്. അതായത് ജനങ്ങളെ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതായത് ആൻ എംപ്ലോയി വർക്ക്സ് ഓവർ ടൈം വിത്തൗട്ട്. അതായത് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കേട്ടുന്ന പേറുക. അതായത് എന്റെ ലീഡറുടെ മുമ്പിൽ ഞാൻ നല്ല ആളായിക്കോട്ടെ എന്ന് പറയാൻ നമ്മൾ പേറുക. നമുക്ക് ജയം ഉണ്ടാവും ഇല്ല, ടീം ഉണ്ടാവും ഇല്ല. എന്താണ് ആകെയുള്ള വർക്ക്? എന്താണ് എന്റെ ലീഡർ എന്നെ കുറിച്ച് ഇങ്ങനെ കാണുമ്പോൾ അയാൾ എന്തോ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഫുൾ ടൈം വർക്കിൽ ഇറങ്ങുന്നുണ്ടല്ലോ, ഹൈവ എന്തോ ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സൺ. അയാൾ എല്ലാവരും മീറ്റിങ്ങിന് നേരത്തെ വരുന്നുണ്ടോ, ഹൈവ എന്തോ ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സൺ. ലീഡർ ചോദിക്കുമ്പോൾ തന്നെ അത് അയക്കുന്നുണ്ട്. പക്ഷെ ഇത് അയച്ചത് എന്റെ ജീവിതത്തിൽ ഏത് ഗുണത്തിലേക്ക് എത്തി, ഞാൻ ഇറങ്ങിയത് ഞാൻ എവിടെ എത്തി, ഇത് പിറകോട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ജനങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടീമിനെ സന്തോഷിപ്പിക്കുക.
നീ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലേ, അയ്യോ സന്തോഷം. അപ്പൊ ലീഡർ മഹാ ഡെഡിക്കേറ്റഡ് ആണ്. ഇതിൽ നമുക്ക് സക്സസ് ഉണ്ടോ? ഇത് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മളെ സക്സസിനെ ആത്മാഹുതി നടത്തിയിട്ട് ആരാന്റെ സക്സസ് മാത്രം ഓടുമ്പോ അത് ഡേഞ്ചർ ആണ്. സോ സീരിയസ്ലി മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മറ്റൊരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പായുമ്പോൾ അത് സംഭവിക്കല്. അത് എങ്ങനെ മനസ്സിലാവുക? ഒരു 2 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുക, ഒരു 3 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുക. നമ്മൾ ഏതൊരു സിസ്റ്റത്തിലായിരിക്കുമല്ലോ ഓടുന്നത്. മേ ബി സ്വന്തം സിസ്റ്റം, അല്ലെങ്കിൽ ലീഡർ സിസ്റ്റം, അല്ലെങ്കിൽ എല്ലാവരുടെ സിസ്റ്റം കൂടി കൂട്ടിക്കുവച്ച സിസ്റ്റം. എന്തായാലും ശരി, ഏത് സിസ്റ്റത്തിലാണെങ്കിലും വർക്ക് ചെയ്തിട്ട് പിറകോട്ട് നോക്കിയിട്ട് ഒരു ആഫ്റ്റർ 3 ഇയർ കഴിഞ്ഞിട്ട് താൻ നിൽക്കുന്നത് ഒരു അധോഗതിയുടെ ഭാഗത്താണെങ്കിൽ എഴുതി വെച്ചിട്ട് ആ സിസ്റ്റത്തിന്റെ മേലെ ഇനി റൺ ചെയ്യരുത്. അത് ഏതൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയത് എനിക്ക് എന്റെ ലീഡർ തന്ന സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് പോകണമെന്നല്ല പറഞ്ഞത്. ലീഡർ തന്ന സിസ്റ്റം അവിടെ നമ്മൾ വർക്ക്ഔട്ട് ആക്കിയത്. നമ്മൾ എനിക്ക് തോന്നിയൊരു സിസ്റ്റം അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു സാധനം മാറ്റിയിട്ടുണ്ടാവും. ഏതുപോലെ 4 ടയറുള്ള വണ്ടി സഞ്ചരിക്കണമെങ്കിൽ 4ഉം ഒരുപോലെ കറങ്ങണം. നമ്മളെ വക എന്ത് ചെയ്തു? 3 എണ്ണം കറക്കി 1 കറക്കാതിരുന്നെങ്കിൽ വണ്ടി വടക്കാവും. ആ 4 ടയറിനും തുല്യ പ്രാതിനിധ്യമുണ്ട്. അപ്പോ നമുക്ക് തന്ന സിസ്റ്റത്തിനകത്ത് നമ്മൾ വെള്ളം ചേർത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് തോന്നിയത് എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രാക്ക് മാറ്റി പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശബ്ദത്തെയും എനർജിയെയും ഒക്കെ താക്കി ലാസ്റ്റ് തിരിഞ്ഞു നോക്കിയ സമയത്ത് തനിക്ക് പൈസ ഉണ്ട്, അല്ലെങ്കിൽ റാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട്, ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ഉണ്ട്. പക്ഷെ താൻ തന്റേതായ റാങ്കിനനുസരിച്ച് ഒരു സെക്യൂരിറ്റി ഉള്ള ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അട്ടർലി ഒരു ഫെയിലിയർ ആയ ട്രാക്കിലാണ്. അതുകൊണ്ട് ലൂസ് വെയിൻ മറ്റൊരാളെ സന്തോഷിപ്പിക്കാനാവരുത്. നിലനിൽപ്പ് മറന്ന് കളിക്കുകയും ചെയ്യരുത്. നിലനിൽക്കണം, മറ്റവനെ നിലനിർത്തിക്കണം. ലൂസ് രണ്ടാളും തോൽക്കുക. രണ്ടാക്കില്ല. അതായത് റിവെഞ്ചഫുൾ ആയിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എന്നെ കാണിച്ചരാ, ഞാൻ എന്നെ കാണിച്ചരാ. ഈ ഞാൻ എന്നെ കാണിച്ചരാ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരിക്കണം കൊമ്പ് വെട്ടല. ഇതാണ് തികച്ചും പൈശാചികം എന്ന് പറഞ്ഞത്. അതായത് നിന്നെ ഞാൻ കാണിച്ചു തരാം, നമുക്ക് കാണാം, ഗ്രൗണ്ടിൽ കാണാം, അവിടെ കാണാം, ഇവിടെ കാണാം, വലിയ വലിയ ഭാഗവതങ്ങൾ. ഈ ശൈലി നമ്മൾ പ്രയോഗിക്കുന്നെങ്കിൽ എഴുതി വെക്കുന്നത് നമ്മളല്ല സംസാരിക്കുന്നത്. നമ്മൾ അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ആരെ കാണിച്ചാൽ അതും കാണിക്കള് ദൈവം കാണിക്കട്ടെ. കാരണം ഞാൻ എന്ത് വാങ്ങുന്നതും നമ്മൾ എന്ത് വാങ്ങുന്നതും തരുന്നത് ഇവനല്ലല്ലോ. എനിക്ക് എന്റെ അപ്ലൈൻ അല്ല തരുന്നത്, ഡൗൺലൈനും അല്ല തരുന്നത്. ഞാൻ ചെയ്ത സേവനങ്ങൾക്ക് ദൈവം തരുന്ന പേയ്മെന്റ് ആണ് എന്റെ സക്സസ്. അതുകൊണ്ട് പേയ്മെന്റ് കൊടുക്കുന്നത് ദൈവത്തിന്റെ കോടതിയിലാണ്. അക്കൗണ്ട് ഓഫ് ദി ഗോഡ്, അത് ദൈവത്തിന്റെ അക്കൗണ്ടിലാണ്. പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സോ കംപ്ലീറ്റ്ലി റിവെഞ്ച് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ ആണ്. അത് നമ്മളെ ഉറക്കം കെടുത്തു. റിവെഞ്ച്ഫുൾ മൈൻഡ് വന്നാൽ കാട്ടിക്കൂടുന്നത് ഫുള്ള് തെറ്റായി തോന്നും. കാരണം എന്താ, നമുക്ക് ഭൂതക്കണ്ണാടി ആദ്യമേ കയറി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവില്ല, ഒരു നല്ല സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം കാണുന്നത് മുഴുവൻ മഞ്ഞയായിട്ട് തോന്നും. കാരണം മഞ്ഞക്കണ്ണാടി വെച്ചാൽ മഞ്ഞയല്ലേ തോന്നും. അതുകൊണ്ട് റിവെഞ്ച്ഫുൾ മൈൻഡ് മാറ്റിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ലൂസ് മൈൻഡ് മാറ്റുക. അതായത് 2 കൂട്ടരും തോൽക്കട്ടെ. ചില ആൾക്കാരുണ്ടായിരിക്കും നമ്മൾ ഈ വൈവാഹിക ചരിത്രത്തിലൊക്കെ ചില ഭാര്യമാര് തല്ലുവിടുന്ന സമയത്ത്, ഭാര്യമാരെന്ന് പറയുമ്പോൾ സ്ത്രീകൾ എന്നോട് ദേഷ്യം കാണിക്കരുത്. കാരണം പെട്ടെന്ന് അവരെ അറിയാതെ ഇമോഷണലി ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഞാൻ പറഞ്ഞ വാക്കല്ല, ലോകത്ത് ആരോ പറഞ്ഞതാണ് പെൺബുദ്ധി പിൻബുദ്ധി എന്ന്. ഞാൻ അങ്ങനെ പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല. ആ മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ ലോകത്ത് വലിയ സക്സസ് ഉണ്ടാകാൻ. ലോകത്ത് മഹാത്ഭുതം ഉണ്ടാക്കിയത്, ലോകത്ത് ഏതൊരുത്തിനും ജന്മം കൊടുത്തതെന്ന് പറയുന്ന മനുഷ്യൻ, ദൈവം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യരാശിക്ക് ജന്മം കൊടുത്തത് പെണ്ണാണ്. അപ്പൊ ദൈവവും പെണ്ണും ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത്. കാരണം ജന്മം കൊടുക്കാൻ പെണ്ണിന് പറ്റി എന്നുള്ളതാണ്. സോ സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്ത് ചിലപ്പം പറയും ദേഷ്യം പിടിച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പം ഭർത്താക്കന്മാരുണ്ടാകും. ദേഷ്യം പിടിച്ചാൽ എന്ത് ചെയ്യും? ചുമരുമ്മ തലയിട്ട് കുത്തുക. എന്താണ്, മറ്റൊരാൾക്ക് എന്റെ പരാജയം കണ്ട അവനക്കാണ് സമാധാനം ആവട്ടെ. ഇപ്പൊ കണ്ടില്ല എന്റെ തല പൊട്ടിച്ച നിങ്ങളല്ലേ, ഇങ്ങനെ പറയുന്ന തരത്തിലേക്ക് ചിലപ്പം സ്ത്രീ ചെറുപ്പം പോകും, അല്ലെങ്കിൽ ആണ് പോകും. ആണെന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ട് പറയും എന്നെക്കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തെന്ന് പറയും. എന്താ കാരണം? എന്തിനാ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പൊ തന്റെ തോൽവി മറ്റൊരാൾ ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന സാഡിസ്റ്റ് മൈൻഡ് ഒക്കെ ലൂസ് എന്ന് വരുന്ന സാധനങ്ങളാണ്. ഇനി മറ്റൊന്ന് വിൻ. അതെന്താ സാധനം? ഞാൻ ജയിക്കണം, നീ ജയിച്ചോന്നും എനിക്കറിയണ്ട, തോറ്റോന്നും എനിക്കറിയണ്ട. അത് ഏതാണ്? ഒരാൾ തന്റെ സക്സസിന് മാത്രം സെൽഫിഷ് ആയിട്ട് വർക്ക് ചെയ്യാം. അതാണ് സെൽഫിഷ് മൈൻഡ്. അതൊരിക്കലും നന്നാവില്ല. ഏതുപോലെ ഒരു സെയിൽസ് പേഴ്സണ് ബോംബ് വിൽക്കുക, അതല്ലെങ്കിൽ നമ്മളിപ്പോ എനിക്ക് വരെ കച്ചവടം ചെയ്താൽ പൈസ കിട്ടും. ഞാൻ ഫുള്ള് കഞ്ചാവ് വിൽക്കുക, എനിക്ക് എന്ത് കിട്ടിയാൽ മതി? വിജയ് മല്യ വിറ്റമാരി, അല്ലെങ്കിൽ മറ്റൊരാരെങ്കിലും വിറ്റമാരി, ആരാന്റെ പൈസ കിട്ടിയാൽ മതി. ഞാൻ നല്ല കഞ്ചാവ് കച്ചവടക്കാരനാണ്, നല്ല മൂവിങ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല കള്ളുകാർക്ക് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല അബ്കാരി കോൺട്രാക്ടറാണ്. അത് കുടിച്ച് അവന്റെ ആത്മാവും അവന്റെ കിഡ്നിയും ലിവറൊക്കെ അടിച്ചിട്ട് പോയിട്ട് കുടുംബത്തിൽ അടിയോടടി എന്ത് വെച്ചാൽ നടക്കട്ടെ. പക്ഷെ എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ മതി. അതാണ് വിൻ. ഞാൻ ജയിക്കുക, ബാക്കി തോറ്റോന്നും എനിക്കറിയണ്ട, ജയിച്ചതാണ് 5ാമത്തെ കാറ്റഗറി. 6ാമത്തെ കാറ്റഗറി ഞാൻ ടോപ്പ് കാറ്റഗറി. അത് 1ാമത്തെ കാറ്റഗറിയുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. വിൻ എന്ന് പറയുന്നിടത്ത് ഓർ നോട്ട് ഇൻ. ഞാനും ജയിക്കാം നീയും ജയിക്കാം എന്നുള്ള പ്രൊജക്ടിന് ഞാനുണ്ട്. അല്ല നിന്റെ തോൽവി എന്റെ ജയം, എന്റെ ജയം നിന്റെ തോൽവി, ആ പണിക്ക് ഞാനില്ല. അതാണ് ഇത് വിൻ അല്ലെങ്കിൽ നോട്ട് ഇൻ. അതാണ് ദൈവികമായ ഏറ്റവും ടോപ്പ് കാറ്റഗറി. ഇഫ് ബോത്ത് ഡോണ്ട് വിൻ ടേക്ക് അവേ, അവര് നടത്തായി പോകും. അത് ഫയറായ ഒരു നെഗോഷിയേഷൻ ആണ്. അതേപോലെ തന്നെ അത് 2 കമ്പനികൾ ഒരുമിച്ച് നിന്ന് ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ നന്മക്ക് വേണ്ടി വർക്ക് ചെയ്യുക.
എന്നിട്ട് രണ്ട് നന്മയും ഉറപ്പുവരുത്തുക. അതാണ് ശരിക്കും ഇപ്പൊ മൈ ലൈഫിൽ നടക്കുന്നത്. മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനിയെ നമ്മളാക്കുന്നത്, നമ്മളൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഞാൻ നടത്തുന്ന കമ്പനിയുടെ പേര് മൈ ലൈഫ് സ്റ്റൈൽ അല്ല. ഞാൻ ചെയ്യുന്ന കമ്പനിയുടെ പേര് ഇസ്മായിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പൊ എന്റെ കമ്പനിയും മൈ ലൈഫ് സ്റ്റൈൽ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൊളാബറേറ്റ് ചെയ്തിട്ട് അത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മിഷൻ, നമ്മളെ പ്രവീൺ സാറെ പോലെയുള്ള നമ്മളെ ലീഡേഴ്സ് നമുക്കൊക്കെ തന്നൊരു മിഷൻ ഉണ്ട്. എനിക്ക് എന്റേതായ ഒരു മിഷൻ ഉണ്ടാകും. അപ്പൊ സമൂഹത്തിന്റെ ഒരു സമുദ്ധാരണം, പ്രവീൺ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇതല്ലാത്ത എന്റെ കരിയറിന്റെ പീക്ക് ടൈമിലാണ് ഞാൻ ഈ ജോബിലേക്ക് കടന്നു വരുന്നത്. പീക്ക് ടൈമിൽ നമുക്കറിയാൻ പറ്റും, ചിലപ്പോൾ ചെയ്ത സാധനം ഞാൻ ടീച്ചിങ്ങിലും ട്രെയിനിങ്ങിലും ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് നിന്ന് അതിന്റെ പീക്ക് ടൈം ഞാൻ കഴിഞ്ഞ എന്റെ നാളുകളിലെ കരിസ്മാറ്റിക് പ്രയോഗങ്ങളും പ്രകടനങ്ങളും എനിക്ക് വലിയൊരു ഭാവിയും സർട്ടിഫിക്കറ്റും ഡോറും തന്ന് നിൽക്കുമ്പോഴാണ് മൈ ലൈഫ് സ്റ്റൈൽ വരുന്നത്. അതായത് എന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ പ്രായം കൊണ്ട്, എന്റെ കരിയർ കൊണ്ട്, എന്റെ സക്സസ് കൊണ്ടൊക്കെ ഞാൻ കാൽവെപ്പ് നടത്തുമ്പോഴാണ് അവിടുന്ന് ഡൈവേർട്ട് ചെയ്തത്. അത് വലിയൊരു തീരുമാനം തന്നെയായിരുന്നു. ഇതുപോലെ എന്നെ പോലെ തീരുമാനിച്ച ഒരുപാട് ആൾക്കാർ സ്ക്രീനിൽ ഇരിക്കുന്നുണ്ട്. ഇനിയും തീരുമാനിക്കാൻ വരുന്ന ആൾക്കാർ വരാനിരിക്കുന്നുണ്ട്. സോ ആക്ച്വലി അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ മൈ ലൈഫ് സ്റ്റൈലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്യും. ഞാൻ കാരണം രക്ഷപ്പെടുന്ന ഒരു സമൂഹം, അതല്ലെങ്കിൽ എന്റെ സഹായം കൊണ്ട്, സഹകരണം കൊണ്ട്, പ്രാതിനിധ്യം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഇടപെടൽ കൊണ്ട് 1000 ജനങ്ങൾക്കുണ്ടാകുന്ന സാന്ത്വനം, സമാധാനം, വിജയം. ഇത് എന്റെ ഒരു വലിയൊരു ഹരമുള്ള ഒരു സ്വപ്നമാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മൈ ലൈഫ് സ്റ്റൈലും അതേ തന്നെയാണ്. അപ്പൊ അത് ഒരുമിച്ച് കൂട്ടി, അല്ലെങ്കിൽ അതുപോലെ അപ്ലൈൻ ലീഡേഴ്സിന് അങ്ങനെയുണ്ട്. ആ ലീഡേഴ്സുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലൈൻസിൽ അതേ ആശയമുള്ള ഒരാൾ വ്യക്തി കൈ എന്ന് പറയാം, സാറേ ഞാനുണ്ട് ഈ മിഷന്റെ ബാക്കിൽ. എന്താ കാരണം? ഞാനും ഇതുപോലെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോ ഇങ്ങനെ ഒരു കൊളാബറേറ്റ് ചെയ്യുന്നതാണ് ഇത് വിൻ വിൻ ഓർ നോട്ട് വിൻ. ഇതാണ് നിങ്ങൾ ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞത്. സോ ഫൈനലി ഇത് ടൈപ്സ് ഓഫ് തിങ്കിങ് ആണ്. ഇത് ഞാൻ പറഞ്ഞതിന് മറ്റൊരു ആശയം ഒന്നുകൂടി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒപ്പം ഒഴിവാക്കാം. സോ എന്തായാലും ശരി, 5 ഡയമെൻഷൻ നമുക്കുണ്ടെങ്കിൽ വിൻ വിൻ പ്രൊജക്ട് സാധ്യമാവുള്ളൂ. ഏതാണ് 5 ഡയമെൻഷൻ എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ നമ്മളെ ക്യാരക്ടർ. നിർബന്ധമായിട്ട് നമ്മളെ ക്യാരക്ടർ സെറ്റ് ചെയ്തിരിക്കണം. അതിൽ ക്യാരക്ടറിലെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത്, അതിന്റെ ഏറ്റവും അടിത്തറ ക്യാരക്ടറിൽ വേണ്ടത് ഒന്ന് ഇന്റഗ്രിറ്റി. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ഇന്റഗ്രിറ്റി വേണം, മാച്യൂരിറ്റി വേണം, അബണ്ടൻസ് മൈൻഡ് സെറ്റ് വേണം. അതിൽ നമുക്ക് ഇന്റഗ്രിറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ചൂസിങ് യുവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ വാല്യൂസ് റാദർ ദാൻ പേഴ്സണൽ ഗെയിൻ. എന്റെ സ്വന്തം നേട്ടത്തിന്റെ അപ്പുറത്തേക്ക് എന്റെ വെർച്യൂസ് എന്താണ്, എന്റെ നന്മകൾ എന്താണ്, എന്റെ നല്ല നല്ല ചിന്താധാരകൾ എന്താണ്, എന്നെ വ്യതിരിക്ത ഗുണം. ഇന്റഗ്രിറ്റിയുടെ മലയാള വാക്ക് പറഞ്ഞാൽ വ്യതിരിക്ത ഗുണം. അല്ലാതെ വേറിട്ട സ്വഭാവം എന്നല്ല. വേറിട്ട സ്വഭാവം ചിലപ്പോൾ കൂതറ സ്വഭാവം ഉണ്ടാവും. വേറിട്ട സ്വഭാവത്തുമാര് വ്യതിരിക്ത ഗുണം എന്ന് പറയാൻ പറ്റും. എന്നെ വേറിട്ട വ്യക്തിയാക്കുന്ന എന്റെ സ്പെഷ്യൽ ക്യാരക്ടർ എന്താണ്? അയാൾക്കുള്ള വലിയൊരു ക്യാരക്ടറാണ് അദ്ദേഹം. നല്ല ട്രസ്റ്റ്വർത്താണ്, വിശ്വസിക്കാൻ പറ്റിയ മനുഷ്യനാണ്, സത്യം പറയുന്ന മനുഷ്യനാണ്, സ്നേഹമുള്ള മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു ദൈവികമായ ഒരു ക്വാളിറ്റിയിൽ നിന്ന് ആ ക്വാളിറ്റിയെ ഞാൻ മാക്സിമം എൻഹാൻസ് ചെയ്ത് അതെങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ നമ്മളെ ലീഡർമാരുടെ ഡ്യൂട്ടി തന്നെ എന്താണെന്ന് അറിയോ? നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഡിഫറെന്റ് ഇന്റഗ്രിറ്റീസ് ഉണ്ടായിരിക്കും. മേ ബി എല്ലാവരും സത്യം പറയുന്ന ആൾക്കാരാവില്ല. അയാൾക്ക് അതല്ലാത്ത മേ ബി ഡെഡിക്കേറ്റീവ് മൈൻഡ്, ചിലപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി. അത് കണ്ടെത്തി അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ആ ഒരു സാധനം ബിസിനസിന് അനുകൂലമായി മാറും. അല്ലെങ്കിൽ നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും. കാരണം ഈ ഭൂമിയിൽ വന്ന എല്ലാവർക്കും ഒരു നന്മയുണ്ട്. അദ്ദേഹത്തിന് ലോകം കീഴടക്കാൻ പറ്റിയ നന്മ സെറ്റ് ചെയ്ത് ആ ചിപ്പ് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ദൈവം തമ്പുരാൻ ഈ പ്രൊഡക്റ്റിനെ ഭൂമിയിലേക്ക് ലോഞ്ച് ചെയ്തത്. അപ്പൊ നമ്മൾ അത് കണ്ടെത്തിയിട്ട് എൻഹാൻസ് ചെയ്യുക. അവിടെയാണ് ഇന്റഗ്രിറ്റി പറയുന്നിടത്ത് ദ ചോയ്സ് ബിറ്റ്വീൻ വാട്ട് ഈസ് കൺവീനിയന്റ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ്. വലിയൊരു ഘടകമുള്ള ആശയമാണ് അത്. അതായത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞത് എനിക്ക് സുഖമുള്ളത് ചെയ്യാൻ ഒന്നുണ്ട്, അതേ സമയത്ത് ഞാൻ ശരിക്കും ചെയ്യേണ്ടതായ ഒന്നുണ്ട്. ഈ രണ്ടിന്റെ ഇടയിൽ ഞാൻ എടുക്കുന്ന ഒരു ചോയ്സ് ഉണ്ട്. അതിന്റെ ഇന്റഗ്രിറ്റി തീരുമാനിക്കും. അതായത് എനിക്ക് ബിസിനസ്സിനകത്ത് സുഖമുള്ള സാധനം എന്താണ്? GTS പോകാതിരിക്കുക, പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ ലീഡർമാർ ഒരു വിഷനോ മിഷനോ ഒരു സിസ്റ്റമോ തന്നാൽ അത് സ്വീകരിക്കാതിരിക്കുക, എനിക്ക് തോന്നിയത് മാത്രം ചെയ്യുക. ലീഡർമാരോ സിസ്റ്റമോ മാനേജ്മെന്റോ അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ തരുന്ന സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് ഒഴുക്കിനെതിരെ പോവുക. ഇതാണ് എനിക്ക് സുഖമുള്ള സാധനം. അതാണ് കൺവീനിയന്റ് ആയത്. എന്നാൽ നേരെ മറിച്ച് റൈറ്റ് എന്താണ്? ഈ പറഞ്ഞതൊക്കെ ചെയ്യുക. ഏത്? രാവിലെ ഉണരുക, മറ്റൊരാളെ ഉണർത്തുക, ലീഡർമാർ പറയുന്നത് കേൾക്കുക. ഇതായിരിക്കും റൈറ്റ്. അപ്പൊ റൈറ്റ് ആയ സാധനവും കൺവീനിയന്റ് ആയ സ്ഥാനത്തു നിന്നും ഞാൻ എടുക്കുന്ന ചോയ്സിന്റെ ഭാഗത്തിനനുസരിച്ച് ഇന്റഗ്രിറ്റി തീരുമാനിക്കപ്പെടും. അപ്പൊ ഞാൻ ഏത് വിഷയത്തിൽ വേറിട്ട സ്വഭാവം ഉണ്ട് എന്നുള്ളത് ഈ സാധനം നോക്കിയാൽ മതി, കണ്ണാടിയതാണ്. സോ അതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ക്യാരക്ടറിലെ ഏറ്റവും പ്രധാനം നമ്മുടെ ഐഡന്റിറ്റി, നമ്മളെ ഇന്റഗ്രിറ്റി. നമ്മൾ ഇന്നതാണെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ പറയില്ലേ, ആ വ്യക്തി ഭയങ്കര മടിയനാണ്, ഈ വ്യക്തി ഭയങ്കര ചൂടനാണ്, ഈ വ്യക്തി ഭയങ്കര സാധുവാണ്, ഈ വ്യക്തി അങ്ങനെ നമ്മളുടെ നെറ്റത്ത് എഴുതാൻ പറ്റുന്ന ഒരു സ്വഭാവം നമ്മുടെ ഇന്റഗ്രിറ്റിക്ക് അകത്തുണ്ട്. സോ നമ്മൾ ഇത്രയും കാലം ഇടപഴകിയ സമൂഹത്തിൽ നിന്ന് തന്നെ അറിയാം നമ്മൾ ആരാണെന്നുള്ളത്. സോ ഇന്റഗ്രിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ ഘടകമാണ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി വയസ്സൊന്നും ഉണ്ടാകുന്നതല്ല.
Maturity is when you stop trying to change people and instead focus on changing yourself. ലോകത്തെ മാറ്റുന്നത് ഒഴിവാക്കിയിട്ട് അവനാൻ മാറാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ടോ, അത് നിന്റെ മെച്യൂരിറ്റിയാണ്. മെച്യൂരിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് സിഗ്സിക്ലർ ഒക്കെ പറഞ്ഞ വാക്ക്, മെച്യൂരിറ്റി is the ability to reap without apology and not complain when things does not go well. അതായത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാല് നമുക്ക് വീണ്ടും വീണ്ടും എന്താ പറയാ കൊയ്തെടുക്കാനും പരിശ്രമിക്കാനും ഇറങ്ങി വരികയും സാഹചര്യം നമ്മൾക്ക് പ്രതികൂലമാകുമ്പോഴും കംപ്ലൈന്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മെച്യൂരിറ്റി ജന്മം കൊള്ളുന്നത്. അതായത് നമുക്കെതിരെ അല്ല സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് പ്രതികൂലമായിരിക്കാം, എതിരെയായിരിക്കാം, ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് എതിരായിരിക്കാം. എന്നാലും താൻ ഏറ്റെടുത്ത മിഷനെ ഏറ്റുപിടിച്ച് മുന്നോട്ട് പോകുക, അത് അപ്പോളജി ചെയ്തിട്ട് അത് ക്ഷമിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി ഉള്ള പേഴ്സണാണ്. അല്ലാതെ നമുക്ക് ഒരുപാട് പ്രായം ഉണ്ടെന്നുള്ളതോ നമ്മൾ രക്ഷിതാവായി എന്നുള്ളതോ പിതാവായി മാതാവായി ഇതൊന്നും നമ്മുടെ മെച്യൂരിറ്റി അല്ല. മെച്യൂരിറ്റി എന്ന വാക്കിനർത്ഥം ഇതാണ്, നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ. മെച്യൂരിറ്റി ഡസ് നോട്ട് മീൻ ഏജ്, ഇറ്റ് മീൻ സെൻസിറ്റിവിറ്റി, എന്താണ് മാനേഴ്സ് ആൻഡ് ഹൗ യു റിയാക്ട്. നീ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും അത് വയസ്സ് ഒരിക്കലും മാനദണ്ഡം അല്ല. ഇനി അബണ്ടൻസ് മൈൻഡ് സെറ്റ്, 3 പ്രധാന സാധനമാണല്ലോ നമുക്ക് ക്യാരക്ടറിൽ വന്നത്. ഇത് വലിയൊരു ഘടകമാണ്. ഇവിടെ അബണ്ടന്റ് മൈൻഡ് സെറ്റിൽ നമ്മുടെ പതഞ്ജലി മഹർഷി പറഞ്ഞ വരി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് അറിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, വെൻ യു ആർ ഇൻസ്പയർഡ് ബൈ സം ഗ്രേറ്റ് പർപ്പസ്, നീ വലിയൊരു ലക്ഷ്യത്തിന്റെ കാരണത്താൽ നീ സ്വയം ഇൻസ്പയർഡ് ആയി, അതായത് നിനക്ക് ത്രില്ല് കയറി, ദൈവമേ ഞാൻ കാരണം ഈ ഭൂമിയിൽ ഈ ജനത്തില് അല്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് ഒരു ബെഞ്ച് മാർക്ക് ഞാൻ രേഖപ്പെടുത്തണം എന്ന രൂപത്തിൽ നീ ഇൻസ്പയർഡ് ആയി സം എക്സ്ട്രാ ഓർഡിനറി പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് വരെ ഒരുത്തരം ചിന്തിക്കാത്ത പ്രൊജക്റ്റാണ് എന്ത്, സർവർക്കും നന്മ, അറിഞ്ഞവർക്കും അറിയാത്തവർക്കും മതം ഏതായാലും മനുഷ്യനേതായാലും നന്മ കൊടുക്കാനുള്ള ഒരു വലിയൊരു പ്രൊജക്ടിലേക്ക് നിന്ന്. ആൻഡ് ഓൾ യുവർ തോട്ട്സ് ബ്രേക്ക് ദെയർ ബോൺസ്, എല്ലാവിധ പ്രതിസന്ധികളെയും മറികടക്കുന്ന ചിന്താധാരയും വന്നു. യുവർ മൈൻഡ് ട്രാൻസെൻഡ്സ് ലിമിറ്റേഷൻസ്, നിന്റെ എല്ലാ മാനസിക തടസ്സങ്ങളെയും അത് മറികടക്കുന്ന ലെവലിലാണെങ്കിൽ യുവർ കോൺഷ്യസ് എക്സ്പാൻസ് ഇൻ എവറി ഡയറക്ഷൻ ആൻഡ് യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ ഗ്രേറ്റ് ന്യൂ ആൻഡ് വണ്ടർഫുൾ വേൾഡ്. പറയുന്ന ആശയം ഇതേ ഉള്ളൂ, നീ ദൈവികമായ വലിയൊരു കർമ്മത്തിന് ഇറാൻ കെട്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ അറബിയിൽ, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ പറയില്ലേ എന്താ പറയാ തപസ്സിരുന്ന് കെട്ടി ഇറങ്ങാം. ഞാൻ ഇതാ ഇറങ്ങാൻ എന്റെ ലൈഫ് കൊണ്ട്. ഇതിനകത്ത് 100 ആയിരക്കണക്കിന് ആളുടെ ജീവിതത്തിന്റെ ദൈവമേ ഒരു വെളിച്ചം കൊടുക്കണം കേട്ടോ. എന്നെ ഭൂമിയിലേക്ക് വിട്ടത് എന്തിനാണ് ദൈവമേ നിനക്കറിയാലോ, അതുകൊണ്ട് എന്റെ കഴിവുകളിൽ എന്തെല്ലാമൊക്കെ ഉണ്ടോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നീ ഉതകുന്ന നന്മക്ക് ധർമ്മത്തിന് വിജയത്തിന് എന്നെ ഉപയോഗപ്പെടുത്തണേ എന്ന് ദൈവത്തിൽ നമ്മൾ സത്യം പറഞ്ഞ് ഇറങ്ങിയിട്ട് അത് വലിയൊരു മിഷന്റെ പെർപ്പസിന്റെ പിറകിലാകുന്ന സമയത്ത് നിന്റെ എല്ലാ പ്രതിസന്ധികളും, മേ ബി ഞാൻ ആണാണ് പെണ്ണാണ്, അറിവില്ലായ്മ ഉണ്ട്, അറിവും കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ടുന്ന സമയത്ത് പറയാൻ വയ്യ, തന്റെ അശക്തികളുണ്ട്, പലതും ഉണ്ട്. ഇതിനൊക്കെ മറികടന്നിട്ട് ആ പർപ്പസിന്റെ ഹോളി പർപ്പസിന്റെ ബാക്കിൽ നീ ഇറങ്ങിയാൽ ഈ പ്രപഞ്ചത്തിന്റെ സർവ്വശക്തിയും നിന്നിലേക്ക് ആവാഹിക്കപ്പെടുമെന്ന് പറയുന്ന പതഞ്ജലിയുടെ ആ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഉണ്ടാവുക. കാരണം എന്താ, ഈ പ്രപഞ്ചം മുഴുവൻ ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസിലാണ് നിൽക്കുന്നത്. അതായത് അബണ്ടൻസ് ഈസ് എ മൈൻഡ് സെറ്റ് ആണ് വെൻ യു ബിലീവ് ഇൻ ദ ലിമിറ്റ്ലെസ് പോസിബിലിറ്റീസ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ സാധ്യതകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതോ കാലത്ത് നമ്മുടെ ആദിമ മനുഷ്യൻ, നമ്മുടെ ഭാഷയിൽ ആദം നബി ആയിരിക്കാം, പലർക്കും പല ഭാഷയായിരിക്കും, പല ചിന്താധാരകളും വിവരങ്ങളും ആയിരിക്കും. പക്ഷെ ഏതോ കാലത്ത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് പ്രാചീന ശിലായുഗം, നമ്മളൊക്കെ പറയാറുണ്ട് വെങ്കല യുഗം, ബ്രോൺസ് ഏജ് എന്ന് പറയുന്നു, അതല്ലെങ്കിൽ പാലിയോളത്തിക് നിയോളത്തിക് ഏജ് എന്ന് പറയുന്നു, ശിലായുഗം എന്ന് പറയുന്നു. ഇങ്ങനെ ഏതൊക്കെ യുഗങ്ങളുണ്ടോ ആ യുഗത്തിന്റെ അന്തകാലം തൊട്ട് ഇന്തകാലം വരെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാമൊക്കെ അത്ഭുതങ്ങളാ വന്നത്. പണ്ട് കാലത്ത് അണിഞ്ഞ വസ്ത്രമാണോ ഇന്ന്, പണ്ടത്തെ വാഹനമാണോ ഇന്ന് വിമാനത്തിന്റെ അപ്പുറത്തേക്ക് ആകാശത്തിലെ വിമാനം, കടലിന്റെ അടിയിൽ കൂടി വിമാനങ്ങൾ, അത്ഭുത മറൈനുകൾ സംഭവിക്കുന്നു. ഭൂമി തുറന്നിട്ടുള്ള വിമാനങ്ങൾ, വലിയ വലിയ പെനട്രേറ്റിംഗ് എന്താ പറയാ സിസ്റ്റങ്ങൾ, വാഹനങ്ങൾ കടന്നു വരുന്നു. എന്തെല്ലാമൊക്കെ സംവിധാനങ്ങൾ എവിടുന്നാ വന്നത്? ഈ പ്രപഞ്ചം കൊടുത്തതാണ്. എല്ലാ തരം, എത്ര തരം ഭക്ഷണങ്ങള്, എത്ര തരം സിസ്റ്റങ്ങള്, ലൈഫുകള്, പുതിയ പുതിയ കലകള്, ചിന്തിക്കാൻ പറ്റാത്ത കലകള്, പുതിയ പുതിയ ജീവിത വ്യവഹാരങ്ങള്, എന്തെല്ലാമൊക്കെ സിസ്റ്റങ്ങളാണ് ലോകത്ത് വന്നിരിക്കുന്നത്. ശാസ്ത്രം എത്ര അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരെ ബ്രെയിനിൽ കൂടി ഇറക്കണതാ? യൂണിവേഴ്സ് മനുഷ്യരാശിയുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത ആശയമാണ് ഈ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കിയത്. ഒരുപക്ഷെ തുമ്പി പറക്കാൻ പറ്റും, മനുഷ്യന് പറക്കോ എന്നിടത്ത് നിന്ന് മനുഷ്യൻ പറക്കുന്നിടത്തേക്ക് എത്തിയെങ്കിൽ ഇനിയും എന്തെല്ലാമൊക്കെ കാണാൻ കിടക്കുന്നു. സോ യു ഓപ്പൺ യുവർ സെൽഫ്, നിനക്ക് തന്നെ തുറക്കപ്പെടും ടു റിസീവിങ് അബണ്ടൻസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നും അത്ഭുതങ്ങളുടെ പ്രവാഹം നിന്നിലേക്ക് ഒഴുകുന്ന പറഞ്ഞത്. അതായത് ഒരിക്കലും എന്തല്ല പറഞ്ഞത്, നിനക്ക് ഓരോന്നീ കോയിൻ തന്നെ മതി, 1, 2 അങ്ങനെ തരുന്നല്ല പറഞ്ഞത്. നീ അതിന് തയ്യാറായി നിന്റെ ബ്രെയിന് സെറ്റ് ആണെങ്കിൽ
അത്ഭുതങ്ങളുടെ പോസിബിലിറ്റിയുടെ ഒരു സാധ്യതയുടെ വലിയ ലോകം ഇറ്റ് വിൽ ഷവർ ഓൺ യു. അത് നിന്റെ മേൽ പേമാരിയായി പെയ്തിറങ്ങും. അതുകൊണ്ട് അബണ്ടൻസ് കൂടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അബണ്ടൻസ് ആൻഡ് പോസിബിലിറ്റി ബിഗിൻസ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ. എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് എല്ലാ ലീഡർമാരും, ഗ്രാറ്റിറ്റ്യൂഡ്. നന്നായിട്ട് നന്ദി ചെയ്തോ, കിട്ടിയതിന് നന്ദി പറഞ്ഞോ, എങ്കിൽ നിനക്ക് അബണ്ടൻസ് പ്രപഞ്ചം പിന്നെയും തരും. കിട്ടാത്തിന്റെ പരാതി നിർത്ത്. ലീഡർ അത് എഴുതുന്നില്ല, ലീഡർ ഇത് എഴുതുന്നില്ല, ലീഡർ അത് എഴുതുന്നില്ല, ലീഡർ ഇത് ഒക്കെ നിർത്തി. ലീഡർ എന്തോ ചെയ്തു തന്നില്ല, താങ്ക് യു. ലീഡർ അതൊക്കെ ചെയ്തു തരും. നിന്റെ താങ്ക് യു കുറഞ്ഞതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്തു തരാത്തത്? താങ്ക് യു പറഞ്ഞു, അപ്രീസിയേഷൻ പറഞ്ഞു, അപ്രീസിയേഷൻ നടത്തും. ഈ സാധനങ്ങൾ നമ്മൾ ചെയ്യാം. സോ നമുക്ക് കൂടുതൽ പറയാനുള്ള സബ്ജക്റ്റുകൾ ആയതിനാൽ കൂടുതൽ പറയുന്നില്ല. എന്നേക്കാൾ ഭംഗിയിൽ നിങ്ങളുടെ STC&W ലീഡർമാർ ഇത് പറഞ്ഞു തരും. എന്നേക്കാൾ ഭംഗിയിൽ ക്ലാസ് എടുക്കാൻ അറിയുന്ന ആൾക്കാരാണ്. ഈ ക്ലാസ് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മതിയാക്കരുത്. ഒരുപാട് കാര്യങ്ങൾ ഇതേപറ്റി അറിയാം. ഭൂമിയിൽ ജീവിച്ച ഒരുപാട് ആൾക്കാർ, ഇതൊക്കെ അബണ്ടൻസ് ലോകത്ത് വന്ന ആൾക്കാരാണ്. മൻസ മൂസ, അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്രയെന്ന് പോലും ആൾക്കറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, മക്കയിലേക്ക് അദ്ദേഹം കിലോമീറ്ററുകളല്ല മൈലുകൾ താണ്ടി ആഫ്രിക്ക എന്ന രാജ്യത്ത് നിന്ന് തുടങ്ങിയിട്ട് അവിടെ നിന്നൊക്കെ മുഴുവനും ആയിരക്കണക്കിന് സ്വർണ്ണ നാണയം വഴിയോരത്തുള്ള ഓരോരുത്തർക്കും കൊടുത്തു. എന്നിട്ടും സ്വർണ്ണ നാണയം ബാക്കിയായിരുന്നു. അതായത് ആഫ്രിക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് മക്ക മദീന എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ഏഷ്യൻ മണ്ണിലേക്ക് നടന്ന് ഒട്ടകത്തെയും അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ രാജാവും പരിവാരങ്ങളെ പോലെയുള്ള വലിയ ആനയും ആമ്പാരി എന്ന് പറഞ്ഞ പോലെ അകമ്പടി സേവിച്ച് കടന്നു വന്നപ്പോ വഴിയോരങ്ങളിലുള്ള സർവ്വ രാജ്യക്കാർക്കും സർവ്വ മനുഷ്യരാശിക്കും ആയിരക്കണക്കിന് ഗോൾഡ് കോയിൻ കൊടുത്തിട്ടും അദ്ദേഹത്തിന്റെ ഗോൾഡ് കോയിൻ തീർന്നിട്ടില്ല. അപ്പൊ അത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായതുകൊണ്ട് ലിമിറ്റ്ലെസ് എന്നാണ് ലോകം പറഞ്ഞത്. ഒന്നാമത്തെ കോടിപതി. രണ്ടാമത്തെ കോടിപതി ജെയിംസ് ഖാൻ എന്ന് പറയും. 120 ട്രില്യൺ ആണ്. 120 ട്രില്യൺ എന്ന് പറഞ്ഞാല് ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ ധനികനാകുന്ന മിസ്റ്റർ എലൻ മസ്ക് പോലും നിൽക്കുന്നത് 1 ട്രില്യണിലേക്ക് എത്തിയിട്ടില്ല. അതായത് അദ്ദേഹം എത്തി നിൽക്കുന്നത് 800 ബില്യണിലാണ്. ഇനിയും അദ്ദേഹം 400 ബില്യൺ കഴിഞ്ഞാലാണ് 1 ട്രില്യൺ എത്തുക. അവിടെ 120 ട്രില്യൺ ഉള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു കാലത്ത്. അതുപോലെ ഈ 10 പ്രധാനപ്പെട്ട ആൾക്കാർ, ഇത് പറയാൻ സമയമല്ല. അവിടെ മനസ്സിലാക്കുന്നത്, ഇഫ് യു ഡു നോട്ട് അലോ ഡൗട്ട്സ്, അതാണ് ഏറ്റവും പ്രധാനം. സംശയങ്ങളും വിശ്വാസക്കുറവും നമ്മുടെ ഉള്ളിൽ കയറിയാൽ പിന്നെ അബണ്ടൻസ് വരില്ല. അബണ്ടൻസ് എപ്പോഴാ വരികയില്? എനിക്ക് ആരെ കുറിച്ച് ഒരു സംശയമില്ല, എനിക്ക് ഒരിക്കലും ഡിസ്ബിലീഫ്, അതായത് വിശ്വാസക്കുറവില്ല, എനിക്ക് വിശ്വാസം ഉണ്ട്, അവിടെയൊക്കെ ശരിയാവും, എല്ലാം ശരിയാവും. അങ്ങനത്തെ വിശ്വാസം നമ്മൾ അടിച്ചു കയറ്റണം. പ്രയാസമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഏത് ലീഡർമാരും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലുത് ഈ ഒരു സ്ലൈഡ് ആയിരിക്കും. ഈ സ്ലൈഡ് ആയിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും പോകുന്നത്. ഡൗട്ട്, ഞാൻ ചെയ്താൽ എത്തുമോ, എനിക്ക് അങ്ങനെ ആകാൻ പറ്റുമോ, എനിക്ക് മുബീൻ സാർ ആകാൻ പറ്റുമോ, എനിക്ക് പെർഫോമർ ആകാൻ പറ്റുമോ, ഞാൻ വിന്നർ ആവോ, ഞാൻ മില്ലേനിയർ ആവോ, അത് ഉള്ളിന്റെ ഉള്ളിലുണ്ട്. മൈക്കേല് പറയുന്ന ഘോര ശബ്ദത്തിൽ പറയുന്ന സർവ്വ ലീഡർക്കും ഞാൻ കണ്ടിന്യൂസ് സീലിംഗ് ആവോ എന്ന ഡൗട്ട് ഉണ്ട്. എന്റെ കയ്യിൽ ഒരു 100 കോടി വരുമോ, ഡൗട്ട് ഉണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്? പറഞ്ഞു എന്റെ ബ്രെയിന് മാറാൻ പറയുന്നത്. ആ വിശ്വാസത്തെ നമുക്ക് ആദ്യം ഊട്ടി ഉറപ്പിക്കാൻ പറ്റണം. എന്റെ വിജയത്തിലും എന്റെ അബണ്ടൻസിലും എനിക്ക് എന്ന് വിശ്വാസം കയറുന്നുവോ, എന്നാണ് എന്റെ ഡൗട്ടും ഡിസ്ബിലീവും എനിക്ക് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, അന്ന് തൊട്ടിന്റെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രപഞ്ചത്തിന്റെ വാക്ക്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു സ്ലൈഡിലെ ഒരു പ്രധാന ഘടകം. സോ എന്തോ ഒരു സ്ലൈഡ് നീങ്ങാതെ വരുന്ന ഒരു സാധനമുണ്ട്. മേ ബി എന്തെങ്കിലും ഹാങ് ആയിരിക്കണം. സോ ഞാൻ നിങ്ങളോട് പറയുന്ന മാറ്റർ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ള ഏക സാധനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവണം. അതിന്റെ നെറ്റ്ഷൽ ടോട്ടൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ വിൻ പ്രൊജക്റ്റിൽ ഒന്നാമത്തത് നമ്മൾ കൺസിഡർ വാട്ട് എ വിൻ ലുക്സ് ലൈക്ക് ഫോർ ദി അതർ പേഴ്സൺ. മറ്റൊരാൾക്ക് ജയം എങ്ങനെയാകും എന്നതിനെ കുറിച്ച് ഞാൻ ഏതൊരു സ്ലൈഡ് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് കറങ്ങി വന്നോട്ടെ. സോ ആക്ച്വലി നമ്മളുടെ ജയങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന മാറ്റർ എന്നേ ഉള്ളൂ. സോറി ഡിയേഴ്സ്, ഒരു ചെറിയ പ്രയാസം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രധാന ഒരു സ്ലൈഡ് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ലാസ്റ്റ് സ്ലൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ഒറ്റ സ്ഥാനത്തോട് ഒരു ക്ലാസ് അവസാനിക്കും. മറ്റ് 2 സ്ലൈഡോ 3 സ്ലൈഡോ മിസ്സായിട്ടുണ്ട്. അതൊരു 6 കാറ്റഗറി ഉണ്ടായിരുന്നു നമ്മുടെ അബണ്ടൻസിനെ കുറിച്ചുള്ളത്. നമുക്ക് പിന്നീട് പറയാം, സമയം ഇനി ഒരുപാടല്ലേ നിൽക്കുന്നത്. എന്നേക്കാൾ ഭംഗിയിലായിരുന്ന ലീഡർമാരെ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ കോട്ട് ഫ്രം കവി പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്ക്, പബ്ലിക് വിക്ടറീസ് ഡസ് നോട്ട് മീൻ വിക്ടറി ഓവർ അതർ പീപ്പിൾ. മറ്റൊരാളെ ജയിക്കുക എന്നതല്ല യഥാർത്ഥത്തിലെ ജയം എന്ന് പറഞ്ഞത്. സാമൂഹിക ജയം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ജയിക്കലല്ല. ഇറ്റ് മീൻസ് സക്സസ് ഇൻ എഫക്റ്റീവ് ഇന്ററാക്ഷൻസ് ദാറ്റ് ബ്രിങ്സ് മ്യൂച്വൽ ബെനിഫിറ്റ്സ്. രണ്ടുപേർക്കും സഹായമുള്ള രൂപത്തിൽ ജയിച്ചാലാണ് യഥാർത്ഥ ജയം എന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, പ്രൈവറ്റ് വിക്ടറീസ് പ്രസീഡ്സ് പബ്ലിക് വിക്ടറീസ്. ആദ്യം സ്വന്തമായ ജയം ഉറപ്പിച്ചാൽ പബ്ലിക് വിക്ടറി പിന്നെ വന്നോളൂ. പ്രസീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നേ വരും. സോ പ്രൈവറ്റ് വിക്ടറി വന്നാലേ പബ്ലിക് വിക്ടറി വരികയുള്ളൂ. ഇവിടെ നമ്മുടെ ധാരണ പ്രൈവറ്റ് വിക്ടറി എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ജയമല്ല, എന്റെ ആത്മാവിനെ ഞാൻ അതിജയിക്കാം, എന്റെ ക്യാരക്ടറിനെ എനിക്ക് ജയിക്കാൻ പറ്റുക, എന്നിലുള്ള കുശുമ്പ് കുന്നായ്മയും ദേഷ്യവും വൈരാഗ്യവും എനിക്ക് ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കൊരിക്കലും മറ്റൊരാളെ ജയിക്കാനോ എനിക്കൊരു ജയം ഉണ്ടാക്കാനോ പറ്റൂല.
നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ജിഹാദുൻ നഫ്സ് എന്ന് പറയും. നമുക്കുള്ളിലുള്ള പിശാചിനെ കെട്ടിവെക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ ജയിപ്പിക്കാൻ പറ്റൂല. കാരണം എന്താ, പിശാച് നമ്മളെ തളർത്താൻ നിൽക്കുകയാണ്. ഈ തളർത്താൻ നിൽക്കുന്ന പിശാചിനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പൈശാചിക ചിന്തയിലേക്ക് നമ്മൾ കൂടുതൽ പോയാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയ സ്നേഹത്തിനെ ലോകത്ത് ജയിക്കാൻ പറ്റുള്ളൂ. ഗോഡ് ഈസ് ലവ്. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട വരികൾ, അതല്ലെങ്കിൽ ഖുർആനിലും ഗീതകളിലും ഏറ്റവും കൂടുതൽ കേട്ട വരി, ദൈവം എന്നാൽ സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ആ സത്യം തിരിച്ചറിയുമ്പോൾ സർവ്വത്തിനെയും സ്നേഹിക്കുക, ചരാചരങ്ങളോട് സ്നേഹം കാണിക്കാന്നുള്ളതാണ്. യു കോണ്ട് ഇൻവേർട്ട് ദാറ്റ് പ്രോസസ് ആൻഡ് എനി മോർ ദാൻ യു ക്യാൻ ഹാർവെസ്റ്റ് എ ക്രോപ്പ് ബിഫോർ യു പ്ലാന്റ് ഇറ്റ്. സസ്യം നടാതെ ഫലം കൊയ്യാൻ നിനക്ക് പറ്റില്ല എന്ന് പറയുന്ന പ്രാപഞ്ചിക സത്യം പോലെ ഈ സസ്യം നടാൻ നമുക്ക് പറ്റണം. വെരി ഇമ്പോർട്ടന്റ് ദാറ്റ്. സസ്യം നടണം. എന്തിനാ നട്ടത്? ലോ ഓഫ് കർമ്മ. നട്ടത് കൊയ്തെടുക്കും. നീ സ്നേഹം നട്ടാൽ സ്നേഹം കൊയ്യും, വൈരാഗ്യം നട്ടാൽ വൈരാഗ്യം കൊയ്യും. സോ നമ്മൾ എന്തെന്ന് കൊയ്തെടുക്കുന്നു എന്ന് ചോദിച്ചാൽ പണ്ടെന്നോ നട്ടതാണ്. വിജയം നമുക്ക് കൊയ്യാൻ പറ്റുമോ? വിജയം നട്ടിട്ടുണ്ടെങ്കിൽ നട്ടാത്ത സാധനം കൊയ്യാൻ പറ്റുമോ? മത്തം കുത്തിയ കുമ്പളം മുളക്കോ? നമ്മുടെ നാട്ടിൽ ചോദിക്കാറുന്ന ഒരു വാക്കാണ്. ഞാൻ തെങ്ങിന് തടം കൂട്ടി തെങ്ങിന്റെ തെങ്ങൻ തൈ വെച്ചു, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഇതിൽ ചക്ക വിരിയൻ എന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചക്ക നട്ടാൽ ചക്ക കിട്ടും, തെങ്ങ് നട്ടാൽ തേങ്ങ കിട്ടും. ആ ഒരു വിശ്വാസത്തില് നമ്മൾ പ്രോസ്പെരിറ്റിയാണ് നട്ടതെങ്കിൽ നമുക്കത് കൊയ്തെടുക്കാൻ പറ്റും. അതല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധിയാണ് നട്ടതെങ്കിൽ അത് നമ്മൾ കൊയ്തെടുക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, യു കോണ്ട് ഇൻവേർട്ട് ദാറ്റ് പ്രോസസ് എനിമോർ. നിനക്ക് ഒരിക്കലും പറ്റില്ല, യു കോണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എ ക്രോപ്പ് ബിഫോർ യു പ്ലാന്റ് ഇറ്റ്. നടുന്നതിന് മുമ്പ് വേണ്ടാത്ത കൊയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം നീ നിന്നെ അതിജയിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്യത്രയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, when things change inside you, things change around you. നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാറിയാൽ നിന്റെ പുറത്തുള്ള കാര്യം താനേ മാറും. അതുകൊണ്ട് ഇന്നർ വേൾഡ് ക്രിയേറ്റ്സ് ഔട്ടർ വേൾഡ്. നമുക്കുള്ളിലെ ലോകം എന്താണ്? നമുക്കുള്ളിലുള്ള ലോകം വലിയ പ്രതിസന്ധി നിറഞ്ഞതാണെങ്കിൽ പുറത്തുള്ള വേൾഡ് അത് തന്നെയാണ്. ഇന്ന് പറയുന്നത്, സാറേ ഇതിന്റെ ചുറ്റുവട്ടം ഇങ്ങനെയാണ്. അല്ല സുഹൃത്തെ, എന്റെ ഉള്ളിലെ വട്ടം അങ്ങനെയായിരുന്നു. ഉള്ളിലെ വട്ടം അങ്ങനെ, അതുകൊണ്ട് ചുറ്റുവട്ടം അങ്ങനെയാ. അതുകൊണ്ട് നമ്മുടെ ഇന്നിലാണ് ഫുള്ള് ഇന്നർ പീസ് ആണ്. നമുക്കുള്ളിൽ കോടിപതി ഉണ്ടാവണം, നമുക്കുള്ളിൽ ദാരിദ്ര്യം പോകണം, നമുക്കുള്ളിൽ സക്സസ് ഉണ്ടാവണം, നമുക്കൊരു വിന്നറായിട്ട് കാണാൻ പറ്റണം, നമുക്ക് നമ്മളെ സ്നേഹമുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റണം. സെൽഫ് ലവ്. ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിക്കണം. എന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റണം. എന്നെ ആരും ആക്രമിക്കുന്നില്ല എന്ന് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ ക്ലാസ്സും നമ്മൾ നമുക്ക് വേണ്ടി എന്നുള്ള ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. ആ അർത്ഥത്തിൽ നമ്മളെ ഉള്ളു മാറുമ്പോൾ, ആ ഉള്ളു മാറാൻ വേണ്ടി തന്നെയാണ് ലീഡർമാരൊക്കെ ക്ലാസ് എടുക്കുന്നത്. ഈ ഉള്ളു മാറുമ്പോഴാണ് ആക്ച്വലി പുറം മാറുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തിരിച്ചറിയാം, വി ക്രിയേറ്റ് അവർ ഓൺ വേൾഡ്. നമ്മളാണ് നമ്മളെ ലോകം ഉണ്ടാക്കിയത്. ശത്രുതയുടെ ലോകമാണെങ്കിലും മിത്രത്തിന്റെ ലോകമാണെങ്കിലും വിജയത്തിൻ്റെതാണെങ്കിലും പരാജയത്തിന്റെ ആണെങ്കിലും ആ ലോകം ഉണ്ടാക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് നല്ല ലോകം ഉണ്ടാക്കണമെങ്കിൽ ഉള്ളു മാറുക. അതുകൊണ്ട് ഉള്ളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ആ ഉള്ളിൽ നിന്ന് നന്മകൾ വിധാനിച്ചാൽ, നമ്മൾ പറയും, പാല് നിറഞ്ഞ കുടത്തുനിന്ന് പാല് ചാടും, കള്ള് നിറഞ്ഞ കുടത്തുനിന്ന് കള്ളാണ് കുടുംബം, കച്ചറ വെള്ളം നിറഞ്ഞ സാധനത്തുനിന്ന് കച്ചറ ചാടും. നമ്മളെ ഉള്ളിൽ എന്തായിരുന്നു? നമ്മളെ നാവിൽ നിന്ന് വരുന്ന വരികൾ അതാണ്, നമ്മൾ വരുന്ന ആശയങ്ങൾ അതാണ്. നമ്മൾ എപ്പോഴും ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നന്മ പുറത്തു ചാടും. അതുകൊണ്ട് ദൈവം ഉള്ളിലാണ് വസിക്കുന്നത്. തത്വമസി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വാക്കിന്റെ യഥാർത്ഥ മറ്റൊരു ആശയം തത്വമസിയാണ്. ദൈവത്തെ തേടി നിങ്ങൾ ആണ്ടുപോകേണ്ട ദൈവം നമുക്കുള്ളിൽ ഉണ്ടെന്നേ. ആ ഉള്ളിലെ ദൈവത്തെ കാണാൻ പ്രതീക്ഷ മതി. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ആരണ്യത്തിന്റെ ഉള്ളിൽ നിന്ന് കാനനം തേടി നടക്കുന്ന മനുഷ്യനെ കുറിച്ച് ലോകം പറഞ്ഞ വരികളുണ്ട്. അതായത് കാട്ടിന്റെ അവസ്ഥയുള്ളത് കേട്ടും കാട് എവിടെയെന്ന് അറിഞ്ഞ് നടക്കണം. അതുപോലെ ദൈവം ഉള്ളിലുണ്ട്. ഉള്ളിലെ ദൈവത്തെ പുറത്തു വല്ല നമ്മളെ നന്മ വൃത്തിയാടുമ്പോഴാണ്. ഉള്ളില് പിശാചുണ്ട്. ഈ പിശാച് വൃത്തിയാടൽ എപ്പോഴാണ്? നമ്മളിലുള്ള സ്വഭാവം മാറുമ്പോഴാണ്. അതുകൊണ്ട് പിശാച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, കാണാത്ത അദൃശ്യ വസ്തു എന്നല്ല. പാൻറ് ഇട്ടതും പർദ്ദയിട്ടതും സാരി ചുറ്റിയതും കോട്ടിട്ടതും സൂട്ടിട്ടതും തുണിയുമ്പായിട്ടതും എന്താ പറയാ തലികെട്ട് കെട്ടിയതും തൊപ്പിയിട്ടതും ഒക്കത്തിനും പിശാചിലുണ്ട്. പിശാച് പലതുമാണ്. ആ പിശാച് അതേ സമയത്ത് ആ പിശാചിനെ അതിജയിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മളെ ദൈവം ജന്മം കൊള്ളും. നമ്മളെ ദൈവികത ജന്മം കൊള്ളട്ടെ. എല്ലാവർക്കും വിൻ വിൻ പ്രൊജക്ട് വളരെ വിജയകരമായിട്ട് നടത്താനാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയത് നമുക്ക് വലിയ വിജയം തീർക്കാനാണ്. ആ വിജയത്തിന് നിങ്ങളുടെ ലൈഫ് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്മകൾ പറഞ്ഞുകൊണ്ട് സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്മകൾക്ക് വേണ്ടി മാത്രമാണ്. ഏകദേശം വലിയൊരു ടീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും. ഒറ്റ വാർഡ് കൊണ്ട് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ യമാനിയെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയങ്ങൾ വിൻവിനായി മാറട്ടെ. We are with you, we pray for you and you pray for us. നിങ്ങൾ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുക. Love you all and God is love. ലോക സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു. താങ്ക് യു സാർ. നമുക്കറിയാം, വിൻ വിൻ എന്ന ഈ വിഷയത്തിലൂടെ ഇസ്മായിൽജി നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു. സ്വന്തം വളരാനും ടീമിനെ വളർത്താനും സമൂഹത്തിനെ ഡെവലപ്പ് ചെയ്യാനും ആവശ്യമായ ഒട്ടനവധി ഭാഗങ്ങളിലൂടെയാണ്
ഇസ്മായിൽ സാർ ടച്ച് ചെയ്തു പോയത്. ഇനിയും വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ടൈം പരിമിതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അത് വളരെ ചുരുക്കി എന്നാൽ ഏകദേശം ഭാഗങ്ങൾ ടച്ച് ചെയ്ത് അദ്ദേഹം പോയത്. നമ്മൾ മനസ്സിലാക്കുക, ഇതനുസരിച്ച് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സക്സസ് ഫാസ്റ്റ് ആയിട്ട് വരും. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് MA Lifestyle Marketing Global Private Limited. Okay, thank you.